ചില ആൾക്കാർ അങ്ങനെയൊന്നും കൊടുക്കാൻ പാടില്ല. എന്താണ്? നമ്മൾ മരിക്കുമ്പോൾ മരിച്ചിട്ട് സ്വർഗത്തിൽ ചെല്ലുമ്പോൾ ദൈവം ചോദിക്കും, എവിടെ കിഡ്നി? കണ്ണൊക്കെ കൊടുത്തവരുടെ സ്ഥിതി സ്വർഗത്തിലെത്തുമ്പോ എന്താവും? കണ്ണോടുത്തുമ്പോ പത്രോസ്, ആരാ? ഞാൻ തോമസ്. കണ്ണോടെ പോയി? ഞാൻ കൊടുത്തിട്ട് വന്നിരിക്കണ വടി കുത്തി പിടിച്ച നടന്നോ സ്വർഗത്തിലെ? നമ്മള് വിചാരിച്ച ചില ആൾക്കാർ ഇതൊക്കെ സ്വർഗത്തിൽ കൊണ്ടുവന്ന് വെച്ചിട്ടാണ് സൂക്ഷിച്ചു വെച്ചിട്ടുള്ളത്. ഈ സാധനങ്ങളാ ഇവിടെ തന്നെ വായിക്കണമെങ്കിൽ കണ്ണാട വെക്കണം, പിന്നീട് സ്വർഗത്തിൽ പോയിട്ട് നിനക്ക് ഈ കണ്ണാകണം. ഇവിടെ തന്നെ വായിക്കണമെങ്കിൽ ഇപ്പൊ ഒന്നും കാണാനില്ല അച്ചോ. ഈ സാധനങ്ങളൊക്കെ കുറെ കഴിയുമ്പോൾ അതിന്റെ യൂസ് കുറഞ്ഞു വരും. ഈ പഴയ സാധനങ്ങളൊക്കെ സ്വർഗത്തിൽ എടുക്കുന്ന നിങ്ങളുടെ വിചാരം? സെക്കൻഡ് ഹാൻഡ് സാധനങ്ങളൊന്നും അവിടെ എടുക്കില്ല കേട്ടോ, ഒക്കെ ഫ്രഷ്. സഹോദരങ്ങൾ, ഈ ജീവിതത്തില് മനുഷ്യനുണ്ടല്ല, ഈ കിഡ്നി അല്ല എന്തും കൊടുക്കാന്ന് പറഞ്ഞാൽ തന്നെ ബോധം പോണ ആൾക്കാരാണ്. എന്തെങ്കിലും കൊടുക്കാന്ന് കേട്ട് കഴിഞ്ഞാൽ അപ്പൊ ബോധം പോകും. കിട്ടാന്ന് കേട്ട് നോക്കിയാൽ ബോധം കെട്ടി കിട്ടി അപ്പൊ എഴുന്നേൽക്കും. ഇങ്ങനെയുള്ള മനുഷ്യരോടൊക്കെ കിഡ്നി കൊടുക്കാന്നൊക്കെ പറഞ്ഞാൽ സ്ഥിതി എന്താവും? എത്ര പേരാന്നറിയോ ഇങ്ങനെ മനസ്സുമായിട്ട് വരുന്നത്? അച്ചോ എനിക്കും അങ്ങനെ അത്, അപ്പൊ എനിക്കും അത്. താൻ ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോ അവൻ്റെ കയ്യിൽ കൊടുക്കല്ല, ഒരെണ്ണുള്ളോ. ജന്മനാ തന്നെ ഒരെണ്ണുള്ളോ ഈ കൊടുക്കാൻ നോക്കണേ. സംഭവം അങ്ങനെയാണ്. പല ആൾക്കാർ ഉള്ളവർക്ക് കൊടുക്കണമെന്ന് തോന്നില്ല, ഇല്ലാത്തവർക്കൊക്കെ കൊടുക്കണമെന്നും തോന്നും. ജന്മനാ ഒരു കിഡ്നി ഉള്ളവരാണ് വന്നിട്ട് കൊടുക്കണം എന്ന് പറയണത്. പ്രിയമുള്ളവരെ, ഞാൻ കണ്ടിട്ടുള്ളത് കാര്യങ്ങള്, ഈ ജീവിതത്തിൽ ഈ മനസ്സ് വരുന്നത്, നമ്മൾ ഈ വേദനകളിലൂടെയും ദുഃഖങ്ങളിലൂടെയും കടന്നു പോകുന്നതാണ് ജീവിതത്തിലെ ഏറ്റവും നമ്മെ അനുഗ്രഹത്തിന് കാരണമാക്കുക. നമുക്ക് രോഗങ്ങളൊക്കെ വന്നോട്ടെ, വരട്ടെ, പ്രയാസങ്ങളൊക്കെ വരട്ടെ വരുമ്പോഴാണ് നമ്മൾ ജീവിതത്തിൽ നമ്മൾ ആരാണെന്ന് തിരിച്ചറിയുക. ഇവിടെ മെറിൻ പോളിന്റെ കാര്യം ഇവിടെ പറയുകയുണ്ടായി. ഡാനി, എൻ്റെ വീട് തൃശ്ശൂരാണ്, അരനാട്ടുകര. അവിടെ ഒരു ഹോളി ഫാമിലി കോൺവെന്റ് ഉണ്ട്. അവിടെ പോയി ആ കുട്ടികളോട് 2-3 വാക്ക് പറഞ്ഞാണ് ഈ മെറിൻ പോളിന് ഈ അപകടം ഉണ്ടാവാനായിട്ടുള്ള കാരണമായത്. പ്രസംഗിച്ചു കഴിഞ്ഞപ്പോ സിസ്റ്റർ പറഞ്ഞു, അച്ചോ എനിക്കും എൻ്റെ റിട്ടയർമെന്റ് ആണ്, ഞാൻ അഡ്മിസസ് ആയിട്ട് വർഷങ്ങളോളം പഠിപ്പിച്ചിട്ട് റിട്ടയർമെന്റ് ആണ്. അപ്പൊ എൻ്റെ കുട്ടികൾക്ക് എനിക്ക് കൊടുക്കണം. എന്ത് കൊടുക്കണം? എനിക്ക് കൊടുക്കാവുന്നത് ഒരു മാതൃക. എനിക്ക് ഈ കാരുണ്യ വർഷത്തിൽ കിഡ്നി കൊടുക്കണം അച്ചു. ഞാൻ പറഞ്ഞു നോക്കാം. അങ്ങനെ കാരുണ്യ വർഷം കഴിയാറായി. സിസ്റ്റർ ഒന്ന് കൊടുക്കച്ച. ഞാൻ ഒരാളെ കിട്ടിയിട്ട് ഒരാളെ കണക്ട് ചെയ്ത് ടെസ്റ്റുകൾ നടത്തി വന്നു. അയാൾ മരിച്ചുപോയി. അപ്പൊ സിസ്റ്റർ ഇപ്പൊ കഴിയും കാരുണ്യ വർഷം. കടം വയ്ക്കൽ ഇപ്പൊ എന്ത് ചെയ്യാൻ പറ്റും നമുക്ക്? പിന്നെ രണ്ടാമത് കണക്ട് ചെയ്ത് അപ്പോൾ ഈ കാരുണ്യ വർഷം കഴിഞ്ഞു. ഭയങ്കര കരച്ചിലും വിഷമായിരുന്നു. ആ മനുഷ്യൻ മരിച്ചു പോയി എന്ന് നോക്കട്ടെ. എല്ലാ ടെസ്റ്റുകളും കഴിഞ്ഞ് കൊടുക്കാനായിട്ട് നിൽക്കുന്ന സമയത്ത് ആ മനുഷ്യൻ മരിച്ചു. എത്ര ഇങ്ങനെയുള്ള മനുഷ്യരുടെ കഥകൾ കേൾക്കുമ്പോൾ ഞാൻ ആലോചിക്കും, ഇപ്പൊ ഡോക്ടറോട് പറഞ്ഞില്ലേ, എത്ര നന്മകൾ ചെയ്യാവുന്ന മനുഷ്യരാണ് ഈ കസേരയിൽ ഇരിക്കണം. മൊത്തം ഇവിടെ കൂട്ടി നോക്കുമ്പോ ഞാൻ കാണുന്നത് മൊത്തം കിഡ്നികൾ കസേരയിലിരിക്കണ പോലെയാ. പക്ഷെ ആൾക്കാരൊക്കെ ഞാനിങ്ങനെ പുറത്തേക്ക് പോകുമ്പോ, അച്ഛൻ പല സ്ഥലത്തേക്ക് പോണതല്ല അച്ഛാ, അതെ. എത്ര ആൾക്കാരെ കാണുന്നതല്ല അച്ഛാ, അതെ. അവര് വിചാരിക്കണത് ഞാൻ ഈ പോണത് ഇങ്ങനെ വാങ്ങിക്കാനാണെന്നാണ്. ഇവിടെ പലരും വരാത്തതിന്റെ കാരണം തന്നെ ഞാൻ വരണ കാരണം വരാത്തത്. ഞാന് VNA പോയപ്പോ അവിടെ ഇങ്ങനത്തെ ഒരു പ്രോഗ്രാമൊക്കെ നടത്തി. അപ്പോൾ ഓർഗൻ ഡൊണേഷന്റെ ക്ലാസ് ഒക്കെ കഴിഞ്ഞ് ഞാൻ എന്നിട്ട് അവിടെ വലിയൊരു കത്തീഡ്രൽ എന്നെ കാണിക്കാനായിട്ടൊരു കൂട്ടുകാരൻ കൊണ്ടുപോയപ്പോൾ അവിടെ ഒരു ചേച്ചി അവിടെ വെച്ച് കണ്ടുമുട്ടി. പറഞ്ഞു, നീ എന്ത് വരാന്, അച്ഛൻ ടോക്ക് ഉണ്ടെന്നുണ്ട്, നീ എന്താ വരാഞ്ഞേ? അപ്പൊ ആ ചേച്ചി അവനെ വിളിച്ചിട്ട്, നീ ഇവിടെ വന്നേ. എൻ്റെ അടുത്ത് നിന്ന് വിളിച്ചുകൊണ്ടിട്ട് പറഞ്ഞു, നിനക്കറിഞ്ഞൂടാ എനിക്ക് വയ്യാത്തൊരാളാന്നുള്ളത്. അതിന് ടോക്ക് കേൾക്കണേൽ എന്താ? അങ്ങനെയല്ല, ഈ അച്ഛനൊക്കെ വന്നിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റാണ്ടായാല്
ആ ചേച്ചി വിചാരിച്ച് വന്ന അപ്പൊ തന്നെ കിഡ്നി അച്ഛെടുത്തോണ്ട് വിചാരിച്ചിട്ട് വരാണ്ടിരുന്നേന്ന്. അല്ല, അച്ഛനൊക്കെ ചോദിച്ചിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റാണ്ടായ വിഷമാവില്ലടാ, അത് കാരണം ഞാൻ വരാത്ത. മനുഷ്യരൊക്കെ വിചാരിപ്പ എന്നെ കണ്ടാൽ തന്നെ വരണ്ട് എന്നുള്ള രീതിയിൽ എന്നെ കണ്ടു. എനിക്ക് ആരുടെയും ഒന്നും വേണ്ട. എനിക്ക് എൻ്റെ ജീവിതത്തിൽ ദൈവം എല്ലാം തന്ന, അച്ഛൻ പറഞ്ഞതുപോലെ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ പലപ്പോഴും അത് ചിന്തിക്കാൻ കാരണം ഇവിടെ ഇപ്പം ഈ മെരിപ്പോളുടെ കാര്യം ഞാൻ പറഞ്ഞ അവസരം, ഈ സിസ്റ്ററുടെ മിനിഞ്ഞാന്നാണ് സിസ്റ്ററെ ഞാനിവിടെ നിന്ന് ഫോൺ വിളിക്കും, സിസ്റ്ററെ അപ്പോൾ റെഡിയല്ലേ? ഞാൻ അഡ്മിറ്റാണെന്ന് വെച്ചാൽ ഞാൻ പച്ച ഉടുപ്പിട്ടിട്ട് ഇരിക്കുകയാണ്. ഈ പച്ചുടുപ്പിന് ഭയങ്കര കഴിവുണ്ടിട്ട. ഈ പച്ചുടുപ്പ് നീലുടുപ്പ്, ചില ഹോസ്പിറ്റലിൽ നീലുടുപ്പാണ്. അതിപ്പോ കളർ മാറിയതിന്റെ പേരിൽ നമുക്ക് വഴക്ക് കൂടാനൊന്നും പോണ്ട. അതിപ്പോ ഏതെങ്കിലും ആ ഉടുപ്പിടുമ്പോ ഒരു പ്രത്യേകത ഉള്ളത്, അടിയിലൊരു സാധനം ഇടാൻ പാടില്ല. അത് ഇട്ടിട്ടാണ് നമ്മൾ അങ്ങോട്ട് കയറ്റുക. എവിടേക്ക്? അത് സ്ഥലമുണ്ട് അവിടെ. ആ പച്ചുടുപ്പ് നല്ല ഉടുപ്പാണ്. അത് നിങ്ങളുടെ വീട്ടില് നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് അഹങ്കാരം ഉണ്ടെങ്കിൽ ഇതൊരെണ്ണം വാങ്ങിച്ചു വെച്ചാൽ മതി. കാശുണ്ടെങ്കിൽ വാങ്ങിച്ചു വെക്കാനല്ല പറഞ്ഞ ഞാൻ. നല്ല അഹങ്കാരം ഉണ്ടെന്ന് വരികിൽ ഇതൊരെണ്ണം വാങ്ങിച്ചു വെച്ചിട്ട് അഹങ്കാരം വരുമ്പോ ഇതെടുത്തിട്ടാ മതി. അപ്പൊ പോയി കിട്ടും ഏത് അഹങ്കാരം. പക്ഷെ അടിയിലൊന്നും ഇടാൻ പാടില്ല. അത് നമ്മൾ കഴിച്ചു മാറ്റിയിട്ട് ഞാൻ ഇട്ടേ എന്നെ അതൊക്കെ എനിക്ക് ആദ്യമായിട്ടല്ലോ ഓപ്പറേഷൻ. അപ്പോൾ അച്ഛന് ഈ ഉടുപ്പിടുന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പച്ചുടുപ്പ് മടിക്കേണ്ട നിന്നു. അപ്പൊ ഞാൻ പറഞ്ഞു, ഞാൻ ഈ ഉടുപ്പിട്ടുണ്ട്, അതൊക്കെ മാറ്റി വെച്ചാ. അപ്പൊ ഞാൻ ഈ ഉടുപ്പൊക്കെ മാറ്റിയിട്ട് പാൻസിന്റെ മിതോടെ അതൊക്കെ ഊരച്ചാ. ഇതെന്തേ പരിപാടി? ഞാൻ ആദ്യമായിട്ടാണ് ഈ ആശുപത്രിയിൽ ഇങ്ങനത്തെ സംഭവം. അതൊക്കെ ഊരച്ചാ. അപ്പൊ ഞാൻ പാൻസ് ഊരിട്ട് പറഞ്ഞു, അതിൽ എല്ലാം ഊരിച്ചാണ്. ഇതെന്താ പരിപാടി? ഈ പച്ചുടുപ്പിടുമ്പോ അങ്ങനെ ഇടാൻ പാടുള്ളൂ. പ്രിയമുള്ളവർ, അത് ഇടുമ്പോണ്ടല്ലേ ഒരു പ്രത്യേക ഭാവം വരുന്ന നമുക്ക്. ആ ഭാവത്തിന്റെ പേര് അഹംഭാവം എന്നല്ലാട്ടാ സഹോദരങ്ങളെ. ആ സിസ്റ്റർ പറഞ്ഞു, അച്ഛ അപ്പൊ ഞാൻ ഉടുപ്പിട്ടിരിക്കുകയാണ്. സിസ്റ്റർ ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്, അച്ചൂടി ഉണ്ടാവുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ പറയാം, എന്താ ചെയ്യാൻ, ഞാനിപ്പോൾ ഇവിടെയാണ്. ഞാൻ ഫോണിൽ കൂടെ തന്നെ പ്രാർത്ഥിച്ച്, എനിക്കൊരു പേടിയില്ല അച്ഛ, എനിക്ക് സന്തോഷമുള്ളൂ. എൻ്റെ കുട്ടികൾക്ക് ഞാൻ കൊടുക്കുന്ന കാണിക്കയാണ്. മനുഷ്യരത്ഭുതമിട്ട എല്ലാവരും നമ്മളൊക്കെ നമുക്ക് വിലയില്ലെന്ന് വിചാരിക്കണേ. മൊത്തം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, 2 കിഡ്നിക്ക് എന്താ വില? ഒരു കിഡ്നിക്ക് 10-25 ലക്ഷം രൂപ എന്ന് പറഞ്ഞ പത്രത്തിൽ വന്നു. എറണാകുളത്തെ കിഡ്നിക്ക് 25 ലക്ഷം, തൃശ്ശൂർ കിഡ്നിക്ക് 15 ലക്ഷം. അപ്പൊ തന്നെ വായിച്ചിട്ട് പറഞ്ഞു, അത് ശരിയായില്ല കേട്ടാ, തൃശ്ശൂർ കിഡ്നിയുടെ വില ഇത്തിരി കുറച്ച് ശരിയായില്ല കേട്ടാ. അത് അവിടെ കൂടുതൽ കിട്ടാൻ, അവിടെ കുറവ് കിട്ടാൻ, അതിനനുസരിച്ചിട്ട് നീ വില കൂട്ടണേ. ഡിമാൻഡ് ഡിമിനിഷിങ് മാർജിനൽ യൂട്ടിലിറ്റി എക്കണോമിക്സ്. അപ്പൊ അതിന് 2 കിഡ്നിക്ക് 25 വെച്ചുമ്പോ 50 ലക്ഷം രൂപയല്ലേ? ഡോക്ടറിനെ പറഞ്ഞില്ലേ, ഈ ലിവറിന് എന്താ വില? പീസായിട്ട് കൊടുക്കാവുന്ന സാധനം. അപ്പൊ ഒരു 2 പീസ് 3 പീസായിട്ടൊക്കെ കൊടുക്കണമെങ്കിൽ അത് വെക്കാൻ തന്നെ 10-30 ലക്ഷം. അപ്പൊ എത്ര വരും ഒരു പീസിന്? ഒരു 50 ലക്ഷം ഇട്. അപ്പൊ എത്ര? 1.5 കോടി രൂപയാ. അപ്പൊ 1.5 കോടി 50 കൂട്ടാൻ നിങ്ങൾ നല്ല എക്സ്പെർട്ട് ആണ്. കൂട്ടിക്കോ, നിങ്ങൾ കൂട്ടി, ഞാൻ കണക്ക് പറയാം. അപ്പൊ അങ്ങനെ 1.5-2 കോടി രൂപയാ. ഹാർട്ടിന് എന്താ വില? ഒരു ഹാർട്ട് മാറ്റി വയ്ക്കുക എത്ര ലക്ഷങ്ങളാ? ഒരു ഹാർട്ടിന് എന്താ വില? ഒരു 5 കോടി ഇടുന്നേ. ഒരു 6-6.5 കോടിയാ. ഈ പാൻക്രിയാസിന് എന്താ വില? ചില ആൾക്കാർ എന്നെ നോക്കുന്നുണ്ട്, അത് എന്തൊട്ട് സാധനം? അങ്ങനൊരു സാധനം ഉണ്ട്. ഈ സാധനം നമ്മുടെ കിഡ്നിയുടെ അടുത്തിരിപ്പുണ്ട്. ഈ സാധനത്തിന് എന്താ വില? ലങ്സിന് എന്താ വില? 2 എണ്ണം ഉണ്ട്. മാർപ്പാപ്പയ്ക്ക് 1 എണ്ണമുള്ളൂ, 2 എണ്ണം ഉണ്ട് ലങ്സ്. അപ്പൊ 2 ലങ്സിന് എന്താ വില? ഇപ്പതേ ഡോക്ടർ തലയ്ക്കും കൂടി കൊടുക്കാം. അപ്പൊ തലയ്ക്ക് എന്താ വില? അപ്പൊ മൊത്തം നോക്കണമെങ്കിൽ ഒരു 10-15 കോടി രൂപ വിലപിടിപ്പുള്ള സാധനമാണ് ഈ കസര താങ്ങിയിരിക്കണം മോളെ. നിങ്ങൾ ആരെങ്കിലും പിടിച്ചിട്ട് തന്നെ ഒന്നൊരു വിലയില്ലോന്ന് പറഞ്ഞാൽ വരട്ടെ 15 ലക്ഷം രൂപയുടെ സാധനം ഇവിടെ വായിച്ചിരിക്കണം. നല്ല വിലപിടിപ്പുള്ള സാധനങ്ങളാണ്. പ്രിയമുള്ളവരെ, ദൈവം നമുക്ക് എന്തെല്ലാം കാര്യങ്ങൾ തന്നിരിക്കണം. ഈ വിലപിടിപ്പുള്ള സാധനങ്ങളൊക്കെ ഡോക്ടർ പറഞ്ഞ പോലെ ഇത് കുടിച്ചു മൂടിയിട്ട് ചില മനുഷ്യർ മരിക്കുമ്പോൾ അവർ മരിക്കുന്നു. പക്ഷെ ചിലർ മരിക്കുമ്പോൾ അവർ ജനിക്കുന്നു. ആരാവണമെന്ന് നിങ്ങൾ ആലോചിച്ച, മരിക്കുമ്പോൾ നാം ജനിക്കുന്നു. അത്ഭുതമല്ലേ പ്രിയമുള്ളവരെ? നമ്മൾ മരിക്കുമ്പോൾ ഒരു 8-9 പേര് ജനിക്കുന്നു.
ഈ അത്ഭുതം പ്രവർത്തിക്കാൻ മനുഷ്യന് ദൈവം കഴിവ് തന്നിട്ടുണ്ടെന്ന്. ആ കഴിവ് നിനക്ക് ഉപയോഗിച്ചിട്ട് ഒരു 5-8 പേർക്ക് ജനനം കൊടുക്കാൻ കഴിഞ്ഞാൽ ഇത്രയോ വലിയൊരു അനുഗ്രഹം ദൈവം നമുക്ക് തന്നിരിക്കുന്നത്. അത് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും? വേണ്ട, നീ കൊടുക്കണ്ട. ചില ആൾക്കാർ അങ്ങനെയൊന്നും കൊടുക്കാൻ പാടില്ല. എന്താണ്? നമ്മൾ മരിച്ചിട്ട് സ്വർഗത്തിൽ ചെല്ലുമ്പോ ദൈവം ചോദിക്കും, എവിടെ കിഡ്നി? കണ്ണൊക്കെ കൊടുത്തവരുടെ സ്ഥിതി സ്വർഗത്തിലെത്തുമ്പോ എന്താവും? കണ്ണോടുത്തുമ്പോ പത്രോസ്, ആരാ? ഞാൻ തോമസ്. കണ്ണോടെ പോയി? ഞാൻ കൊടുത്തിട്ട് വന്നിരിക്കണേ. വടി കുത്തി പിടിച്ചെന്ന് നടന്നോ സ്വർഗത്തില്? നമ്മുടെ വിചാരം ചില ആൾക്കാർ ഇതൊക്കെ സ്വർഗത്തിൽ കൊണ്ടുവന്ന് വെച്ചിട്ടാണ് സൂക്ഷിച്ചു വെച്ചിട്ടുള്ളത്. ഈ സാധനങ്ങളാ ഇവിടെ തന്നെ വായിക്കണമെങ്കിൽ കണ്ണാട വെക്കണം, പിന്നെ സ്വർഗത്തിൽ പോയിട്ട് നിനക്ക് ഈ കണ്ണാകണം. ഇവിടെ തന്നെ വായിക്കണമെങ്കിൽ ഇപ്പൊ ഒന്നും കാണാനില്ല അച്ചോ. ഈ സാധനങ്ങളൊക്കെ കുറെ കഴിയുമ്പോ അതിന്റെ യൂസ് കുറഞ്ഞു വരും. ഈ പഴയ സാധനങ്ങളൊക്കെ സ്വർഗത്തിൽ എടുക്കുന്ന നിങ്ങളുടെ വിചാരം? സെക്കൻഡ് ഹാൻഡ് സാധനങ്ങളൊന്നും അവിടെ എടുക്കില്ല കേട്ടോ, ഒക്കെ ഫ്രഷ്. സഹോദരങ്ങൾ, ഈ ജീവിതത്തിലെ മനുഷ്യനുണ്ടല്ല, ഈ കിഡ്നി അല്ല എന്തും കൊടുക്കാന്ന് പറഞ്ഞാൽ തന്നെ ബോധം പോണ ആൾക്കാരാണ്. എന്തെങ്കിലും കൊടുക്കാന്ന് കേട്ട് കഴിഞ്ഞാൽ അപ്പൊ ബോധം പോകും. കിട്ടാന്ന് കേട്ട് നോക്കിയാൽ ബോധം കെട്ടി കിടക്കണം, കിട്ടി അപ്പൊ എഴുന്നേൽക്കും. ഇങ്ങനെയുള്ള മനുഷ്യരോടൊക്കെ കിഡ്നി കൊടുക്കാന്നൊക്കെ പറഞ്ഞാലത്തെ സ്ഥിതി എന്താവും? സഹോദരങ്ങളെ, ഞാൻ പറഞ്ഞു വരുന്നത്, ഈ ജീവിതം അവസാനത്തിലാണ് ഏറ്റവും നന്നാവേണ്ടത്. പൂരത്തിന്റെ വെടിക്കെട്ടുണ്ടല്ല, ഏറ്റവും അവസാനാണ് കൂട്ടപ്പൊരിച്ചില്. ആദ്യമൊക്കെ പൊട്ടുമ്പോ ആൾക്കാർ തുടങ്ങട്ടെ പോട്ടെ. അവസാനം ഒരു കൂട്ടപ്പൊരിച്ചിലുണ്ട്, അത് കാണാനാണ് നോക്കണേ. ഇത് ജീവിതത്തിലുണ്ടല്ല, 1ാം ക്ലാസ്സിൽ 2ാം ക്ലാസ്സിലൊന്നല്ല, ഏറ്റവും ലാസ്റ്റ്, ഏറ്റവും അവസാനം എങ്ങനെയുണ്ടാവണം? ക്ലൈമാക്സ് ബെസ്റ്റ് ആവണ്ടേ? ഏറ്റവും ടോപ്പ് ആവണം. നമ്മുടെ ലാസ്റ്റ് മൊമെന്റ് ആണ് ബെസ്റ്റ് മൊമെന്റ്. പക്ഷെ PT ഉഷ അങ്ങനെ പറയില്ല കേട്ടോ. PT ഉഷ പറയും സ്റ്റാർട്ടിങ് ആണ് അച്ചു ബെസ്റ്റ് ആവേണ്ടത്. കാരണം അവൾക്ക് തെറ്റിയത് സ്റ്റാർട്ടിങ് പോയി, ഇതാണ് പ്രശ്നം. പക്ഷേ ഓട്ടത്തിൽ അങ്ങനെ, പക്ഷെ ജീവിതത്തിലുണ്ടല്ല, ഏറ്റവും സുന്ദരമാകേണ്ട നിമിഷം, ദ ലാസ്റ്റ് മൊമെന്റ് ഓഫ് അവർ ലൈഫ്. കണ്ട് പഠിക്കുന്ന APJ അബ്ദുൽ കലാമിനെ ചെരുപ്പ് ഊരിയിട്ടിട്ട് ആളെ പോയി. ലാസ്റ്റ് മൊമെന്റ് ബ്യൂട്ടിഫുൾ ആവണം. നമ്മുടെ ജീവിതത്തിലെ അവസാന നിമിഷം, ജീസസ് ക്രൈസ്റ്റ്, ദ ലാസ്റ്റ് മൊമെന്റ്. ഗാന്ധിജി ഒട്ടവടി ആ വടിയില് ദൈവം ഈശ്വരനെ വിളിച്ചിട്ട് പോയത്. ദ ലാസ്റ്റ് മൊമെന്റ്. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിന്റെ അവസാനത്തെ നിമിഷം നമ്മൾ അനേകർക്ക് വേണ്ടി ജീവൻ കൊടുത്തിട്ട് മരിക്കുക എന്ന് പറഞ്ഞാൽ അല്ലാതെ ഒരു 1.5 മരണല്ലേ? മരിക്കുന്ന നിമിഷം ഇത്രയും ഡിവൈൻ ആക്കാൻ പറ്റാവുന്ന ഏത് കാര്യം ഉണ്ടെന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കുക. മരിച്ചു കഴിഞ്ഞിട്ട് നാം വലിയ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടാവും. അത് മരിച്ചു കഴിഞ്ഞിട്ട് എൻ്റെ കാശ് കൊണ്ട് ഞാൻ അവിടെ അത് പണിതു ഇത് പണിതു, അതൊക്കെ പണിതു ചേട്ടാ, ഇത് പണിയായിരുന്നില്ല എനിക്ക്. മരിക്കുന്ന സമയം ഇത്രയും മനോഹരമാക്കാനായിട്ട് ദൈവം തന്നൊരു അറിവാണ് പ്രിയമുള്ളവരെ. മരിക്കുന്ന സമയത്ത് മനുഷ്യൻ ഇപ്പം മരിക്കുമ്പോൾ എന്തോ ഒരു ദുഃഖം ഉണ്ടാവും. നമുക്കൊരാൾ മരിക്കുമ്പോൾ ആ ദുഃഖത്തെ പോലും നമുക്ക് സന്തോഷമാക്കാൻ പറ്റും. ദുഃഖത്തെ പോലും കൺവേർട്ട് ചെയ്യാൻ പറ്റാന്നുള്ളതാണ് നമുക്ക്. ആ ദുഃഖം അല്പം കുറയ്ക്കാനല്ലേ നമുക്ക് കഴിയുക. എൻ്റെ അപ്പം മരിച്ചു, എൻ്റെ അപ്പം മരിച്ചപ്പോൾ അപ്പനെ ഒപ്പം തൊട്ട് കൊടുത്തിട്ടില്ലേ? ഞങ്ങൾ കണ്ണ് 2 കൊടുക്കുക. കണ്ണ് കൊടുക്കാനും പറ്റുള്ളൂ. 10-22 വയസ്സായിട്ടുണ്ട്. ആ 2 കണ്ണ് വെച്ച് 2 പേര് ലോകത്ത് ജീവിക്കും. എൻ്റെ സെമിനാരിൽ പഠിക്കുന്ന കാലത്ത് പഠിപ്പിച്ചിരുന്ന ഞങ്ങളുടെ റക്ടർച്ചൻ തെക്കിനിയുടെ അച്ഛൻ, അച്ഛൻ മരിച്ചപ്പോൾ അച്ഛൻ്റെ 2 കണ്ണ് കൊടുക്കാൻ തീരുമാനിച്ചു. അതിലൊരു കണ്ണ് കിട്ടിയത് എൻ്റെ ചേട്ടൻ്റെ മോൾക്കാണ്. എൻ്റെ റക്ടർച്ചൻ്റെ ഒരു കണ്ണിരിക്കുന്നത് എൻ്റെ ചേട്ടൻ്റെ മോളുടെ മുഖത്താണ്. ഇതൊക്കെ നമ്മുടെ ജീവിതത്തിലെ, നേരത്തെ ഡോക്ടറോട് പറഞ്ഞില്ലേ, ഈ എനിക്കെന്തുണ്ട് അതിലല്ല ക്രെഡിറ്റ്. വാട്ടയാ, ഞാൻ എന്താണ് ഇപ്പോൾ ഞാൻ എന്താണ്? ഇപ്പോൾ മെറിൻ പോൾ എന്ന് പറയുന്ന സിസ്റ്റർ
ജീവിതത്തിലെ ഈ കർമ്മം ചെയ്തിട്ട് ഇപ്പോൾ ആശുപത്രിയിൽ നിന്ന് ഇന്ന് വിട്ടിട്ടുണ്ടാവും, ഓശാന കഴിയുമ്പോഴേക്കും പോകും. 3 ദിവസം എടുക്കുന്നുണ്ട്. 3 ദിവസം കഴിയുമ്പോൾ നമുക്ക് എഴുന്നേറ്റ് പോവാന്ന്. 2-3 ആഴ്ച കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് സുന്ദരമായിട്ട് നോർമലായിട്ടുള്ള ലൈഫ്. ഇന്ന് ഇന്ത്യയിൽ എൻ്റെ ഈ ഒരു ദൈവനിയോഗം പോലെ ഞാൻ വന്ന് പെട്ടു എന്നുള്ളൂ കേട്ടോ. ഞാൻ ഒരു പ്രത്യേക ആളൊന്നുമില്ല. ഞാൻ നിങ്ങളെ പോലെ ഒരു സാധാരണ മനുഷ്യൻ. വയറുമ്പോൾ 2 കാലും വെച്ച് ഇങ്ങനെ നടക്കണം. നിങ്ങളുടെയും വയറുമ്പിലല്ലേ കാല്, അതുപോലെ തന്നെ. അപ്പോ എനിക്ക് ഇങ്ങനെ ഒരു ജീവിതത്തില് ദൈവം ഒരു അവസരം തന്നു. ഞാനത് ശരി, നല്ല കാര്യമില്ലേ എന്ന് പറഞ്ഞ് ഞാനങ്ങനെ ചെയ്തു. ഇന്നിപ്പോ എത്ര മനുഷ്യരാണ്, കേരളത്തിൽ മാത്രമാണ് ഇന്ത്യയിലെ ഈ വോളണ്ടറി ഡൊണേഷൻ, അതായത് ഒരു പരിചയമില്ലാത്ത ഒരാൾക്ക് കിഡ്നി കൊടുക്കാൻ അനുവാദം കൊടുക്കുന്ന ഏക സംസ്ഥാനം കേരളം. ഡൽഹിയിലോ തലസ്ഥാനത്തില്ല. കാരണം അവിടെയൊക്കെ നടക്കുന്നത് ബിസിനസ്സാണ്. ഇപ്പം അടുത്ത കാലത്താണ് 5 ഡോക്ടർമാരെ അവിടെ പിടിച്ചത് ഡൽഹിയിൽ കച്ചവടം നടത്തിയിട്ട്. അതുകൊണ്ട് ഇന്ത്യയിൽ ഒരു സംസ്ഥാനത്തും വോളണ്ടറി ഡൊണേഷൻ പരിചയമില്ലാത്തവർക്ക് കിഡ്നി കൊടുക്കാൻ സമ്മതിക്കില്ല. ഇപ്പോൾ ബന്ധുക്കൾക്ക് കൊടുക്കാം, കുടുംബക്കാർക്ക് കൊടുക്കാം. പക്ഷെ കേരളത്തിൽ എന്തുണ്ടായി? എൻ്റെ ഈ സംരംഭം മീഡിയക്കാരെടുത്തിട്ട് അങ്ങോട്ട് ആഘോഷിച്ചോടെ എന്തപ്പോൾ കൊടുത്താലും അങ്ങനെ കൊടുത്താലും ഇങ്ങനെ കൊടുത്ത്. പിന്നെ ഞാനിപ്പോൾ ഒരു ഇവിടെ 10,000 വേദികൾ പിന്നിട്ട് കഴിഞ്ഞു. കേരളത്തിൽ തന്നെ, ഇന്ത്യയിലും മറ്റ് ഇന്ത്യ വിട്ടിട്ടുള്ള രാജ്യങ്ങളിലൊക്കെ. അതോടുകൂടെ ഇനി അവിടെ ആരെങ്കിലും കൊടുക്കാൻ വന്നിട്ട് അത് അനുവാദം തരില്ല എന്ന് പറഞ്ഞാൽ അപ്പോൾ പറയും, എന്താണ് ഡേവിസ് ചെർമലച്ചന് കൊടുത്തതല്ലേ, അതെ, എന്നിട്ട് ഇയാൾക്ക് എന്താ കൊടുക്കാത്തത്? അപ്പൊ ചോദ്യം വരും. ഇപ്പൊ 15 അച്ഛന്മാർക്ക് ഒരു കിഡ്നി പോയി, ഒരു 6 സിസ്റ്റേഴ്സിന് ഇപ്പൊ ഒരു കിഡ്നി ഉള്ളു, ഒരു മെത്രാനും ഒരെണ്ണം ഉള്ളു. ഇപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഇവരൊന്നും എനിക്ക് ആരും അറിയില്ല. ഇവരൊക്കെ എന്നോട് അച്ചോ, ഞാൻ ഒന്ന് കുറച്ച് ദിവസമായിട്ട് പറഞ്ഞു, അച്ചോ ഞാനൊരു കിഡ്നി അത് അച്ഛൻ പറഞ്ഞോ കൊടുക്കാം. നിങ്ങൾ ആലോചിക്കും, ഞാനും കുറച്ച് ദിവസമായിട്ട് എന്താ ബന്ധം? ഒരു ബന്ധമില്ല. അതാ ഞാൻ പറഞ്ഞ, ആ മനുഷ്യൻ എന്നെ വിളിക്കുന്നു ഇങ്ങനെ ഒരു കർമ്മം. അതോടുകൂടെ സമൂഹത്തിൽ ഭയങ്കര ചലനായിപ്പോ. ഇപ്പത്തെ 5 പേര് ലൈനിൽ നിൽക്കുന്നുണ്ട്. ഇങ്ങനെ വരികയാണ്. ഇപ്പൊ ഒരു ജോസഫ്, ഒരു ത്രേസ്യ, ഒരു മാർട്ടി, ഇവരൊക്കെ നിൽക്കുക. ഞങ്ങൾക്കും അങ്ങനെ എന്താ കാരണം? ഇപ്പോൾ ഇതിൻ്റെ ഒരു സന്തോഷം ഉണ്ടല്ലോ, ഡോക്ടർ നേരത്തെ പറഞ്ഞില്ലേ, ഇതിൻ്റെ ഒരു സന്തോഷം. നാം ജീവിതത്തിലും മരണത്തിലും മനുഷ്യർക്ക് ഉപയോഗമായി തീരണം. ജീവിതത്തിലും മരണത്തിലും. മരിച്ചു കഴിഞ്ഞിട്ട് മാത്രം കൊടുക്കാന്ന് വെച്ചിട്ട് ഇരിക്കരുത് കേട്ടാ. കിഡ്നി അല്ല, എന്തെങ്കിലും. എല്ലാവരും മരിച്ചു കഴിഞ്ഞിട്ട് വേണം എന്തെങ്കിലും. അപ്പൊ ജീവിച്ചിരിക്കുമ്പോഴൊന്നും ഇല്ല, മരിച്ചിട്ട് വേണം. ഈ അവയവദാനത്തിന്റെ ക്ലാസ് ഒക്കെ കഴിഞ്ഞിറങ്ങുമ്പോൾ മിക്കയിടത്തും ആവേശം പിടിച്ച് ചിലവർ എൻ്റെ അടുത്തേക്ക് വരാറുണ്ട്. അച്ഛൻ്റെ ക്ലാസ് വളരെ മനസ്സിൽ തട്ടി. അപ്പോ നമ്മളൊരു തീരുമാനം എടുത്ത് കൊടുക്ക കിഡ്നി. മരിച്ചിട്ടാണോ ജീവിച്ചിരിക്കണോ? ജീവിച്ചിരിക്കും അച്ഛൻ. ഓ നല്ല കാര്യം. അച്ഛൻ ആ സമ്മതപത്രം ഇടുന്നുള്ളൂ. സമ്മതപത്രം നാളെ ഞാൻ തരാം. എന്താ ഇപ്പോൾ ഇന്ന്? അല്ല, നമ്മളത് ഭാര്യയോടൊന്ന് ചോദിച്ചിട്ട്. ഞാൻ പറഞ്ഞു, എന്നാലും നീ അങ്ങനെ പറഞ്ഞതിൽ എനിക്ക് ഭയങ്കര സന്തോഷം. ചില മനുഷ്യരും ഭാര്യമാരോടൊന്നും ചോദിക്കില്ല, ഓരോ തീരുമാനങ്ങൾ എടുക്കും. അത് ശരിയല്ല. അല്ല, അതന്നെ അച്ഛാ, അതിപ്പോൾ നമ്മളിപ്പോൾ ഒരു കാര്യം ചെയ്യുമ്പോഴേ അതിപ്പോൾ അതെന്നടാ, ഐ എം വെരി പ്രൗഡ് ഓഫ് യു. നിന്നെ കുറിച്ച് എനിക്ക് അഭിമാനം ഉണ്ട്. നീ അങ്ങനെ ചിന്തിച്ചല്ലോ. പല ആൾക്കാരും ഭാര്യമാരോട് ചോദിക്കില്ല. ഈ സദസ്സിലിരിക്കുന്ന ആൾക്കാരുടെയും ശ്രദ്ധയ്ക്ക് ഭാര്യമാരോട് ചോദിച്ചിട്ട് പല കാര്യങ്ങൾ ചെയ്യാൻ പാടുള്ളൂ. ഇതിൻ്റെ ഇടയിൽ കൂടെ അങ്ങനെ ഒരു മെസ്സേജും കൂടി പൊക്കോട്ടെ. ഭാര്യമാരോട് ചോദിക്കണം, എന്നിട്ട് കാര്യങ്ങൾ തീരുമാനിക്കാൻ പാടുള്ളൂ. അപ്പോൾ അല്ല, അതച്ചല്ല, അച്ഛൻ പറഞ്ഞ പോലെ ഇല്ല. അതടാ, എനിക്ക് മനസ്സിലായി, നീ ഒരു നല്ല മനുഷ്യനാടാ. അല്ല അച്ഛൻ, ഞാൻ പറഞ്ഞത് കേൾക്കും, എന്തുട്ട് നിങ്ങൾക്ക് പറയണം. അച്ഛൻ, നമ്മളെ ഈ ഭാര്യയുടെ കിഡ്നി കൊടുക്കുമ്പോൾ അവരോട് ചോദിക്കാണ്ട് എന്ത്
അല്ല, നമ്മളെ ഭാര്യയുടെ കിഡ്നി കൊടുക്കാൻ നോക്കില്ല. അതിപ്പോ അവരോട് ചോദിക്കാണ്ട് അത് ചെയ്യാൻ പാടില്ല. അപ്പൊ നിന്റെ അല്ലേ, എന്റെ അല്ലേ ചോ ഭാര്യയുടെ ഭാര്യ വീട്ടില അവ ഒപ്പിട്ട് കൊടുക്കാനുള്ള തീരുമാനം എടുത്തത്. അപ്പൊ ഞാൻ നിങ്ങൾ ചിരിച്ചപ്പോൾ എനിക്ക് ചെറിയൊരു ഷെയ്ഡ് ചിരി വന്നപ്പോ അച്ഛൻ എന്താ ചിരിക്കണ? അല്ല അല്ല അത് നീ ഭാര്യയുടെ അച്ഛനറിയണ്ട. ഭാര്യയുടെ കിഡ്നി കൊടുക്കുമ്പോ എന്റെ ചങ്ക് പറിച്ചു കൊടുക്കണ പോലെയാ. അച്ഛനല്ലേ പറഞ്ഞിട്ടുള്ള കല്യാണത്തിൻ്റെ ഞങ്ങൾ രണ്ടല്ല ഒന്നാണെന്ന്. അത് പറഞ്ഞിട്ടുണ്ട്. അവളുടെ കൊടുക്കുമ്പോ എന്റെ കൊടുക്കണ പോലെ അച്ചോ. നല്ല മനുഷ്യരുണ്ട് കേട്ടോ, അങ്ങനെയൊക്കെ നല്ല മനുഷ്യരുണ്ട് സഹോദരങ്ങളെ. നമ്മുടെ ഉള്ളുണ്ടല്ല, നമ്മുടെ ഉള്ള്, അതിൻ്റെ ഉള്ളില് ഒരു നന്മയുണ്ടെങ്കിൽ തന്നെ ശോഭിക്കും, തന്നെ കത്തും. അതുണ്ടായാൽ മതി. നമ്മുടെ ഉള്ളില് നമ്മള് വലിയ ആൾക്കാരൊന്നല്ല. നമ്മൾ എന്ത് വലിയ ആൾക്കാര്, നമ്മളൊക്കെ ചെറിയ മനുഷ്യരാ. നേരത്തെ ഇവിടെ പിതാവ് പറഞ്ഞിട്ട് നമ്മളെല്ലാവരും തുല്യര, ഒരു വ്യത്യാസമില്ല. പിന്നെ ചിലവർക്ക് ഒരു കിഡ്നി ഉണ്ട്, ചിലവർക്ക് 2 കിഡ്നി ഉണ്ട്, അങ്ങനെ ഒരു വ്യത്യാസമുണ്ട്. അതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞു വന്നത്, നമ്മളെല്ലാം ദൈവത്തിൻ്റെ മുമ്പിൽ സമന്മാരാണ്. രോഗികളെന്നോ ആരോഗ്യമുള്ളവരെന്നോ വ്യത്യാസമില്ല. രോഗികൾ, നമ്മൾ ഒരു രോഗം വരുന്നൊക്കെ എന്തോ പാപമായിട്ടാണ് കണക്കാക്കണേ. രോഗം ഒരു പാപം അല്ല, എല്ലാവർക്കും വരും. ഒരു 60 വയസ്സ് 70 വയസ്സ് കഴിയുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഒരു ഓപ്ഷൻ വരും. എല്ലാം ഇപ്പോൾ ഓപ്ഷന്റെ കാലമാണ്. അതുകൊണ്ട് ഒരു 60-70 വയസ്സ് കഴിയുമ്പോൾ നമുക്കൊരു ഓപ്ഷൻ വരും. ഓപ്ഷൻ എ ക്യാൻസർ, ഓപ്ഷൻ ബി കിഡ്നിക്ക് അസുഖം, ഓപ്ഷൻ സി ഹാർട്ട് അറ്റാക്ക്. എന്നിട്ട് മണിക്കുട്ടി ഓടിത്തുടങ്ങും. അപ്പോ നിങ്ങൾ ഏതെങ്കിലും ഒരു ഓപ്ഷൻ എടുക്കേണ്ടതായിട്ട് വരും. മനസ്സിലായോ? അതെല്ലാ മനുഷ്യരുടെ ജീവിതത്തിൽ ഓപ്ഷൻ ഉണ്ടെന്ന് സ്ട്രെയിറ്റ് വരുന്നില്ല. നിങ്ങൾക്ക് ഓപ്ഷൻ തരും, ഏത് വേണമെന്ന് വെച്ചാൽ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. സഹോദരങ്ങളെ, നമ്മളൊക്കെ ഈ ഭൂമിയിൽ നിന്ന് പോകണ്ടേ? എൻ്റെ അമ്മ മരിച്ചു പോയി. ജീവിതകാലം കൊണ്ട് നമ്മൾ അനുഭവിക്കണം ജീവിതത്തിന്റെ ആനന്ദം. ഈ ആനന്ദം എന്ന് പറയുന്നത് നാം എത്രമാത്രം മറ്റുള്ളവർക്കായി അലിഞ്ഞു ചേരുന്നു അതിലാണ്. അതെന്റെ അമ്മയ്ക്കാണോ, അപ്പനാണോ, ഭാര്യയ്ക്കാണോ, മക്കൾക്കാണോ, ബന്ധുവിനാണോ, ഇതൊന്നും നോക്കിയാ ആ അലിഞ്ഞു ചേരലൊന്നുമില്ല. ഇതൊന്നും നോക്കരുത്. ആത്മീയതയുടെ അടിസ്ഥാനം നല്ല മനുഷ്യൻ, അതാണ് തറ. അതുമ്മലാണ് പടുത്തുയർത്തേണ്ടത്. ഞാൻ ദൈവത്തെ സ്നേഹിക്കണു എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ മക്കളെയും സ്നേഹിക്കണം. ഞാനിപ്പോൾ സ്വിറ്റ്സർലൻഡിൽ ഒരു ആളുടെ വീട്ടിൽ താമസിക്കുകയാണ്, ഡേവിസിനോട് ഞാൻ പറയുന്നത്, ഡേവിസ് എനിക്ക് നിന്നെ വളരെ ഇഷ്ടമാണ്. ഓക്കെ, നിന്റെ ഭാര്യനെയും മക്കളെയും എനിക്ക് തീരെ ഇഷ്ടമില്ല. അതെന്താ വെച്ചാൽ എനിക്ക് നിന്നെ മാത്രം ഇഷ്ടമുള്ളൂ. കേട്ടപ്പോൾ തന്നെ നിങ്ങളുടെ മുഖം പോയി. അതെന്താ അങ്ങനെ അച്ഛൻ പറയണത്? ഇതന്നെ ഞാൻ നിങ്ങളോട് പറയണത്. എനിക്ക് ദൈവത്തെ ഭയങ്കര ഇഷ്ടമാണ്, ഭയങ്കര സ്നേഹമാണ് ദൈവത്തോട്. ഈ ലോകത്തിലുള്ള മനുഷ്യരൊക്കെ എൻ്റെ മക്കളാ, അവരൊന്നും കിട്ടില്ല. ദൈവം ഇത് എൻ്റെ മക്കളാണ്, എനിക്ക് ദൈവത്തെ മാത്രമേ സ്നേഹമുള്ളൂ. അപ്പൊ എൻ്റെ മക്കളെ, എനിക്ക് മനുഷ്യരൊന്നും എനിക്ക് വിശ്വാസമില്ല, ഇഷ്ടമില്ല. നീ എന്നെ സ്നേഹിക്കുന്നെങ്കിൽ ഈ ലോകത്തിലെ എല്ലാ മനുഷ്യരെയും നീ സ്നേഹിക്കണം, അല്ലെങ്കിൽ നീ എന്നെ സ്നേഹിക്കുന്നില്ല. ഡേവിസിനോട് പറഞ്ഞ പോലെ ഡേവിസ് പറയും, അച്ഛനെ എന്നെ മാത്രമേ ഇഷ്ടമുള്ളൂ, അതെ ഭാര്യനും പിള്ളേരും എനിക്ക് കാണണ്ട. അതെങ്ങനെയാ അച്ഛാ? അതെന്നെ ഞാൻ ചോദിക്കുന്നത്. ആത്മീയത എന്ന് പറയുന്നത് ദൈവത്തെ സ്നേഹിക്കലാണെങ്കിൽ പ്രിയമുള്ളവരെ, ആ സ്നേഹം പ്രകടിപ്പിക്കേണ്ടത്, ജീവിക്കേണ്ടത് ഈ മനുഷ്യന്റെ ഇടയിലാണ്. അത് ക്രിസ്ത്യാനിയാണോ, മുസ്ലിമാണോ, ഏത് ഹിന്ദു ആണോ, താൻ തൊട്ട് നോക്കണം. താൻ ആർക്കത് ചെയ്യണേ? മനുഷ്യനാണോ? ദൈവം പോലും മനുഷ്യനാണ് ആയത്. ദൈവം മനുഷ്യൻ ആയി. മനുഷ്യൻ നമ്മുടെ ജീവിതത്തില് ആ മനുഷ്യത്വം എന്ന് പറയുന്നത് ഉണ്ടെങ്കിൽ, അത് നേരത്തെ ഡോക്ടർ പറഞ്ഞ പോലെ സഹജീവിയും മനുഷ്യനാണ് എന്ന് കാണുന്നതാണ് നമുക്ക്. അവന് തെറ്റുണ്ടാകാം, അവന് കുറ്റങ്ങൾ ഉണ്ടാകാം, ആയിക്കോട്ടെ, മനുഷ്യനല്ലേ അവൻ. അതെ, മനുഷ്യനായ മതി. ഖസാക്കിദാനത്തിന്റെ
ഒരു പുസ്തകത്തിൽ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്. ഒരു മനുഷ്യൻ നടന്നു പോകുമ്പോൾ ഒരു കൂടയിൽ കുറെ അത്തിപ്പഴങ്ങളുമായിട്ട് ഒരു വൃദ്ധ നടന്നു വരുന്നു. ഇയാളെ കണ്ടപ്പോൾ കൂടെ അവിടെ വെച്ച് 2 അത്തിപ്പഴം എടുത്ത് ഇയാളുടെ കയ്യിൽ കൊടുത്തു. അപ്പൊ അയാള് എന്റെ അത്തിപ്പഴം? ഓ, അത്തിപ്പഴം മനസ്സിലായി. അല്ല, എനിക്ക് മനസ്സിലായില്ല. അത്തിപ്പഴം അല്ല, നമ്മൾ തമ്മിൽ പരിചയമില്ലല്ലോ. നിങ്ങൾ മനുഷ്യനാണോ? ഞാൻ മനുഷ്യനാണ്. ഞാനും മനുഷ്യനാണ്. 2 അത്തിപ്പഴം തരാൻ ഈ ബന്ധം പോലെ. പ്രിയമുള്ളവരെ, നമ്മൾ ഓരോരുത്തർക്ക് എന്തെങ്കിലും കൊടുക്കുമ്പോ ആരാണ്, എന്താണ്, ഇങ്ങോട്ട് കിട്ടോ, ഇതൊക്കെ നീ നോക്കിയാൽ നീ ചെയ്യുന്ന പ്രവൃത്തിയിൽ ഒന്നുമില്ല. ഞാൻ വയനാട് ഭാഗത്ത് പോകുമ്പോൾ ഒരു പ്രോഗ്രാമിൽ പോകുക. കാറിൽ പോകുമ്പോൾ സൈഡിൽ കൂടെ ഒരു ജേഴ്സി ഒക്കെ ഇട്ടിട്ട്, നീല ജേഴ്സി ഒക്കെ ഇട്ടിട്ട് ഇങ്ങനെ ഓടണം. പിന്നെ ഞാനൊരു ജീപ്പ്, കുറെ ആൾക്കാർ ബക്കറ്റും പിടിച്ച് നടക്കണം. അപ്പൊ ഞാൻ കാർ ഓടിക്കണം. എന്ത് പ്രശ്നം എന്ന് വെച്ചു, അച്ഛ എല്ലാ വർഷവും അവൻ 30 ദിവസം മാരത്തോൺ ഓടും ഈ നാട്ടിൽ കൂടെ, എല്ലാ വർഷവും. ഇതിലിത് അവന്റെ നാട്ടിലെ കിഡ്നി ക്യാൻസർ രോഗികൾക്ക് വേണ്ടി അവൻ ഓടും. പകൽ മുഴുവൻ മാരത്തോൺ ഓടാൻ നിർത്താണ്ടവൻ ഓടും. എന്തിനത്? അവിടെ അവന്റെ നാട്ടിലെ കിഡ്നി പേഷ്യന്റ് 5-10 ലക്ഷം രൂപ കളക്ട് ചെയ്യുന്നു. ഞാൻ പറഞ്ഞു, വണ്ടി നിർത്താ. തിരികെ വണ്ടി തിരിച്ചു നേരെ അവൻ്റെ അടുത്ത് വന്നിട്ട് കാര്യം നിർത്തി. ബെസ്റ്റ് ഞാൻ ഡേവിസ് വിളിച്ച, നീ എന്താ മോനെ, നീ 30 ദിവസത്തോടെ അല്ല എൻ്റെ നാട്ടിലെ. ഇപ്പൊ എൻ്റെ കയ്യിൽ അവിടെ ഒരു റിട്രീറ്റ് പോയപ്പോ ഒരു കവർ തന്നിട്ടുണ്ടായിരുന്നു വെച്ചാൽ. അപ്പൊ അത് ഞാൻ ബക്കറ്റ് കയ്യിലിട്ട്. അപ്പൊ എൻ്റെ വണ്ടിയിൽ കിഡ്നി ഫെഡറേഷൻ നമ്പറുണ്ട്, പേര് ഇടാൻ. അതേ അച്ഛൻ വന്നിരിക്കണം. അപ്പോഴേക്ക് ഫോട്ടോ എടുത്തവൻ. ഞാൻ പറഞ്ഞു, ഞാൻ ഫോട്ടോ തന്നെ പോയി. അന്ന് അവൻ വീട്ടിൽ ചെല്ലുമ്പോ അവന്റെ ഭാര്യയ്ക്കും മക്കൾക്കോടും അവൻ പറയാനുണ്ടാവും. ഭയങ്കര സന്തോഷമായി. ഈ സന്തോഷം എനിക്ക് കൊടുത്തോളവന്. പ്രിയമുള്ളവർ, ഈ ജീവിതം കൊണ്ട് മനുഷ്യനെ കരയിപ്പിക്കാനല്ല പരിശ്രമിക്കേണ്ടത്, വേദനിപ്പിക്കാനല്ല ഈ ജന്മം, സന്തോഷിപ്പിക്കാൻ. ഈ $1 റെവല്യൂഷൻ എന്ന സംഭവം തന്നെ തുടങ്ങിയത് ഇവിടെ. ഞാനിങ്ങനെ സംസാരിച്ചപ്പോൾ പ്രസ്സിലെ മീഡിയക്കാർ പറഞ്ഞു, അച്ഛോ ഞങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യുന്ന ആഗ്രഹമുണ്ട്. ഞാൻ പറഞ്ഞു, നിങ്ങൾ $1 മാറ്റി വെച്ചാൽ അത്രയും സൗകര്യം മാസത്തില്, അത് ഞങ്ങൾ ആഴ്ചയിൽ $1 മാറ്റി വെക്കാം. അങ്ങനെ തുടങ്ങിയ സംരംഭം ഇപ്പൊ 2-3 വർഷമായി. $57,000 ഇവിടുന്ന് ഈ രോഗികൾക്ക് നമുക്ക് ഷെയർ ചെയ്യാൻ പറ്റി. ഇപ്പൊ ഞാനിവിടെ വന്നിട്ട് ഞാൻ ആരോടൊന്നും പറയാറില്ല ഇതൊന്നും. ഇപ്പൊ നിങ്ങൾ ഇങ്ങനെ ഒരു സംരംഭം വെച്ചതിന്റെ പേരിൽ പറയുന്നത്. കാരണം എനിക്ക് ജീവിതത്തിൽ ഇതെന്ന് ചോദിക്കാനും പറയാനും ഞാൻ പോകാറില്ല. അങ്ങനെ ആവശ്യമില്ല. തന്നെ മഴ പെയ്യണ പോലെ എല്ലാം പെയ്യും. ഞാൻ ചോദിക്കട്ടെ, ഈ മുരുക്കൻ പിതാവ്, കൊച്ചൗസർ ചില്ലപ്പള്ളി, ഇവരൊക്കെ ഞാൻ ചോദിച്ചിട്ട് വന്നതാണോ? ഒന്നുമല്ല. ഞാൻ ബഹ്റിനിൽ പോയിട്ട് ഇങ്ങനെ ഒരു ക്ലാസ് കഴിഞ്ഞപ്പോൾ ഒരു പീറ്ററായിട്ട് വന്നിട്ട് പറഞ്ഞു, അച്ഛോ എനിക്ക് കിഡ്നി കൊടുക്കണത് ഭയങ്കര ആഗ്രഹമുണ്ട്. അന്ന് കൊടുക്ക്. ഭയങ്കര പേടി അച്ഛാ. രണ്ടും ഭയങ്കരമാണല്ലോ. കിഡ്നി കൊടുക്കണത് ഭയങ്കര ആഗ്രഹം, ഭയങ്കര പേടിയുണ്ട്. പിന്നെ അവനിപ്പോ രണ്ടും കൂടി നടക്കില്ലേ ചേട്ടാ. താറ്റൊരു കാര്യം ചെയ്യേ, ഒരു കിഡ്നിയെ കൊടുക്കുക. അയ്യോ പേടി. കിഡ്നി എന്ന് പറഞ്ഞ ഡയാലിസിസ് മെഷീൻ ഉണ്ടല്ലോ, അതിന് കിഡ്നിയാ ആണോ? പിന്നെ വലിയ കിഡ്നി, അതിന് 5.5 ലക്ഷം രൂപ വരും. ചേട്ടാ കൊടുത്താ അന്ന് ഒരു കിഡ്നി എൻ്റെ വക. അങ്ങനെ ഒരു ഡയാലിസിസ് മെഷീൻ ഇപ്പോ 10 ഡയാലിസിസ് മെഷീൻ ഉണ്ട്. ഒന്ന് പീറ്ററേട്ടൻ്റെ. ആ പീറ്ററേട്ടൻ്റെ മെഷീൻ കാണുമ്പോൾ ഞാൻ ആലോചിക്കും, ഇത് പീറ്ററിന്റെ കിഡ്നിയാണ് ഇരിക്കുന്നത്. അതിലെത്ര പേര് ഇപ്പൊ ഡയാലിസിസ് പോയി എന്നറിയാം. സഹോദരങ്ങളെ, ഈ ജന്മം കൊണ്ട് അവസാനം വരെ നന്മ ചെയ്യാനാണ് ഈ ശരീരം. ലാസ്റ്റ് മൊമെന്റ്. എൻ്റെ ഈ ബോഡി ഞാൻ മെഡിക്കൽ കോളേജിലേക്ക് APJ അബ്ദുൽ കലാമിന്റെ കയ്യിലാണ് ഞാൻ എഴുതി കൊടുത്തത്. ഈ ബോഡി കൊടുക്കണമെന്ന് പറഞ്ഞു കൂടിയിട്ട് ആ പ്രശ്നമുണ്ട്. ഒരു പുരോഹിതന്റെ ശരീരം കൊടുക്കാൻ പാടുണ്ടോ? അതാണ് ഇതാണ്. ഞാൻ പറഞ്ഞു, ഞാൻ പറഞ്ഞിട്ടല്ലോ, കൊടുത്തിട്ടില്ലല്ലോ, പിന്നെ എന്തിനാ എന്നെ വെക്കട്ട്? കൊടുക്കണോ തീരുമാനിക്കേണ്ടത് ഞാൻ മരിച്ചു കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് കിട്ടും പോലെ ചെയ്തു. ഞാൻ എൻ്റെ കാര്യം പറഞ്ഞിരിക്കുന്നു. മരിച്ചു കഴിഞ്ഞാൽ എൻ്റെ ബോഡി എന്ത് വെള്ളമാണ് ഡോക്ടറെ അവിടെ ഒരു വെള്ളത്തിലിടല്ലോ, ഫോർമാലി. അപ്പൊ ഞാനിതിവിടെ പറഞ്ഞെന്ന് വെച്ചാല്, ഞാൻ മരിച്ചു കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് വരാൻ പറ്റിയില്ലെങ്കിൽ നീ ലേറ്റ് ആയാല് മെഡിക്കൽ കോളേജിൽ അവിടെ ഞാൻ കിടക്കണ്ടാവും. പിന്നെ നമ്മുടെ ശരീരം കൊണ്ട് പോലും നന്മ ചെയ്യണം.
നമ്മള് മെഡിസിന് പഠിക്കണ നമ്മുടെ പിള്ളേരെ ശരീരം കീറി മുറിച്ച് പഠിക്കട്ടെ, എന്നിട്ട് അവർ നല്ല ഡോക്ടർ ആകട്ടെ. ലാസ്റ്റ് നമ്മുടെ ബോഡി കൊണ്ട് പോലും നന്മ ചെയ്യണം പ്രിയമുള്ള. നമ്മുടെ വാക്കുകൊണ്ട്, നമ്മുടെ സമ്പത്ത് കൊണ്ട്, നമ്മുടെ കഴിവ് കൊണ്ട്, നമ്മുടെ പാട്ട് കൊണ്ട്, നമുക്ക് എന്തൊക്കെ ദൈവം തന്നിട്ടുണ്ട്, അതുകൊണ്ടൊക്കെ ഈ ഭൂമിയിൽ മനുഷ്യർക്ക് നന്മ ചെയ്യുമ്പോൾ കിട്ടുന്ന ആനന്ദത്തിന്റെ പേരാണ് ആനന്ദം. ആനന്ദമാണ് മനുഷ്യനില്ലാത്തത്. മനുഷ്യനുണ്ടല്ല, എല്ലാം ഉണ്ട്, ഒരു സാധനം മാത്രമല്ല. കിഡ്നി അല്ലാട്ട, എല്ലാം ഉണ്ട്, ഒരു സാധനം ഇല്ല. ആ സാധനം പേരെന്താണെന്നറിയോ? സന്തോഷം. അത് മാത്രല്ലേ. അന്തോണിയേട്ടൻ ഡോക്ടറെ കാണാൻ വന്ന കാര്യം ഞാൻ പറയാറുണ്ട്. അന്തോണിയേട്ടൻ വന്ന് ഡോക്ടറെ എടുത്തിരുന്നു. ഇപ്പൊ ഡോക്ടർ അന്തോണി 72 വയസ്സ് പറയും എന്താ അസുഖം. അപ്പൊ അന്തോണിയേട്ടൻ ഡോക്ടർ നോക്കി നോക്കി പറയും അസുഖം പറയും. അതെ പറ എന്താ സുഖം? ഒരു സുഖമില്ല. അസുഖം അതാ ഈ പറയണേ. എന്ത് ഒരു സുഖമില്ല? നിങ്ങൾക്ക് തലവേദന വല്ല വയറ്റിൽ വേദന എന്താ വല്ലതും ഉണ്ടോ? ഇല്ല. പിന്നെ തന്നെ അസുഖം എന്താ? ഒരു സുഖമില്ല. അന്തോണിയേട്ട കാര്യം പറ, തമാശകളല്ല. അസുഖം പറ. തണ്ടിൽ വേദന വല്ല ക്യാൻസർ, കിഡ്നിക്ക് അസുഖം, ബ്ലഡ് പ്രഷർ, പിന്നെ അസുഖം എന്താ? ഒരു സുഖമില്ല. അന്തോണിട്ട് കാര്യം എന്താന്ന് പറ. എന്റെ അസുഖം നീ പറയണ. എന്ത് ഒരു സുഖമില്ല? നിങ്ങൾ ആലോചിച്ചു നോക്കി. അയാൾക്ക് ഭാര്യയുണ്ട്, മക്കളുണ്ട്, വീടുണ്ട്, കാറുണ്ട്, ജോലിയുണ്ട്, സർവ്വ സൗഭാഗ്യങ്ങളുണ്ട്, ആരോഗ്യമുണ്ട്, പഠിപ്പുണ്ട്. ഒരു സാധനം മാത്രമില്ല. എന്താ? അങ്ങനെയല്ല, ഒരു സുഖമില്ല. ആ മനുഷ്യന് ഒരു സുഖമില്ല. സത്യമായിട്ടും ഇതേപോലത്തെ അസുഖം വന്നാൽ മരുന്നില്ല കേട്ടോ. ക്യാൻസർ വന്നാൽ കീമോതെറാപ്പി ചെയ്ത് രക്ഷപ്പെടാം. കിഡ്നിക്ക് അസുഖം വന്നാൽ ഡയാലിസിസ് ചെയ്ത് ട്രാൻസ്പ്ലാന്റ് ചെയ്ത് രക്ഷപ്പെടാം. അന്തോണിയേട്ടൻ്റെ അസുഖം വന്നല്ല ഒരു രക്ഷയില്ല. സഹോദരങ്ങളെ, മനുഷ്യനില്ലാത്തത് സന്തോഷ. അതാർക്കും കൊണ്ടുവന്ന് തരാൻ പറ്റില്ല പ്രിയമുള്ള. ആർക്കും കൊണ്ടുവന്ന് തരാൻ പറ്റില്ല. അത് ജീവിച്ചിട്ട് ഉണ്ടാക്കണം. കാശ് കൊടുത്താലൊന്നും സന്തോഷം കിട്ടില്ലേ. ഈ ലോകത്തില് നല്ല ഫുഡ് കഴിക്കുമ്പോ എങ്ങനെയുണ്ടാ? കഴിഞ്ഞില്ലേ? അല്ല, ഇന്നലെ നിനക്ക് ഞാനൊരു പായസം തന്നില്ലേ? ഓ, അതിപ്പോ എങ്ങനെയുണ്ടെന്ന് അതൊക്കെ കഴിഞ്ഞിട്ട് എത്ര നേരമായി? അത് പോയി. ഈ ലോകത്തിൽ നീ എന്തെല്ലാം സൗഭാഗ്യങ്ങള് സന്തോഷങ്ങൾ അനുഭവിച്ചാലുണ്ടല്ലോ, അതൊക്കെ സെക്കൻഡ് സമയം കൊണ്ട് അത് പോകും. ഒരു പൂവ് നിന്റെ കയ്യിൽ തന്നു നോക്കി വെൽക്കം പറയുമ്പോ നീ ആ പൂവിനെ കുറച്ച് നേരം 2 സെക്കൻഡ് നോക്കും. താങ്ക് യു. ഞാൻ ഭൂമിക്ക് ജമ്മണ്ടെങ്കിൽ നോക്കില്ല, അതവിടെ അതിന്റെ പണി കഴിഞ്ഞു. അത് ഒറ്റ നേരം നോക്കുള്ളൂ. നിങ്ങളുടെ ജീവിതത്തിൽ എന്ത് സാധനം നിങ്ങളുടെ കയ്യിൽ കിട്ടിയാലും, നിങ്ങളുടെ വീട്ടിൽ കല്യാണം കഴിച്ചിട്ട് ഭാര്യ നിങ്ങളുടെ വീട്ടിൽ വന്നപ്പോ ഒരു പ്രാവശ്യം നോക്കിയെന്ന് ഞാൻ പറയണില്ല, പല പ്രാവശ്യം നോക്കിയിട്ടുണ്ടാവും. എന്ത് ജീവിതത്തിൽ കിട്ടിയാലും. പക്ഷെ നിങ്ങൾ പെണ്ണ് കാണാൻ വന്നപ്പോ നോക്കിയ നോട്ടം ഒരു പ്രാവശ്യം നോക്കിയിട്ടുണ്ടാവുള്ളൂ, പിന്നെ നോക്കിയിട്ടുണ്ടാവില്ല. അതുപോലത്തെ ഒരു നോട്ടം പിന്നെ നിങ്ങൾ നോക്കിയിട്ടുണ്ടാവില്ല. ഈ ജീവിതത്തിലെ എല്ലാ സുഖം, അതിന് സോളമൻ പറഞ്ഞത് എല്ലാം മായയാണ്. നമ്മളൊരൊറ്റ നോട്ടം നോക്കുമ്പോൾ അപ്പ കിട്ടുന്ന സന്തോഷം പിന്നെ ഒരിക്കലും കിട്ടില്ല. പക്ഷേ നീ നിന്റെ ജീവിതം കൊണ്ട് അപരന്റെ ഹൃദയത്തിൽ കൊടുത്ത സന്തോഷം ഉണ്ടല്ല, അത് ഓർക്കുമ്പോൾ നിനക്ക് സന്തോഷം ഉണ്ടാകും. ഓർക്കുമ്പോൾ സന്തോഷം ഉണ്ടാകും. ഇപ്പൊ ഒരു കിഡ്നി അമേരിക്കയില്, ഒരു കിഡ്നി ഇന്ത്യയിലാണ്. എൻ്റെ കാര്യം പറഞ്ഞത്. അപ്പൊ അത് ഓർക്കുമ്പോ തന്നെ ദൈവമേ, ഇത് ഇങ്ങനെയൊക്കെ നിൽക്കണേ, എൻ്റെ ഒരു സാധനം അവിടെ ഇരിക്കണേന്ന്. അപ്പൊ ഞാൻ പറഞ്ഞു, അച്ഛൻ മരിച്ചു കഴിഞ്ഞാല് ഒരാളെന്നോട് ചോദിച്ചത്, ഈ മരിച്ചെഴുപ്പ് എഴുതുമ്പോ എങ്ങനെ എഴുതി വെച്ചാ എന്താണ്? ഡേവിസ് തിരുമലച്ചന്റെ ഒരു കിഡ്നി ഒഴിച്ച് ബാക്കിയുള്ള ഭാഗത്തിന്റെ സംസ്കാരം നടക്കാൻ പോകണം. ഒരെണ്ണം മരിച്ചിട്ടില്ലല്ലോ. കേൾക്കുമ്പോ നമ്മൾ ആലോചിക്കുക, സംഭവം ദൈവം എങ്ങനെയൊക്കെ നമുക്ക് ജീവിതത്തിലാകാൻ പറ്റണമെന്ന് പറയുമ്പോ, ഒരു കിഡ്നി മരിച്ചിട്ടില്ല, അത് ഇന്ത്യയിൽ ഇരിപ്പണ്. അപ്പോ നമ്മുടെ ജീവിതം കൊണ്ട് അവസാന നിമിഷം വരെ എൻ്റെ ജീവിതത്തിൽ അനുഭവിക്കുന്ന സന്തോഷങ്ങൾ ഞാൻ പറയുന്നത്, നിങ്ങൾക്ക് സന്തോഷങ്ങൾ കണ്ടെത്താൻ വഴികൾ നിങ്ങൾ കണ്ടെത്തണം എന്ന് ഓർമ്മിപ്പിക്കാനാണ്. എൻ്റെ ഓപ്പറേഷൻ കഴിഞ്ഞ് 3 മാസം കഴിഞ്ഞപ്പോൾ ഗുരുവായൂരിൽ ഒരു സ്വാമി ഒരാളെ പറഞ്ഞേച്ചു. ഞാനൊരു മനുഷ്യനെ തപ്പായിരുന്നു, അത് അച്ഛനിലാണ് ഞാൻ കണ്ടത്. അപ്പൊ അച്ഛൻ ഗുരുവായൂർ അമ്പലത്തിലേക്ക് വരണം. എന്തിനാന്ന് ചോദിച്ചപ്പോ, അച്ഛന് 1 വർഷത്തേക്ക് എല്ലാ മാസവും പെൻഷൻ അനുവദിച്ചിരിക്കുകയാണ്.
അമ്പലം, എനിക്ക് പെൻഷൻ അമ്പലത്തിൽ നിന്ന്. എനിക്ക് പെൻഷനാ? കത്തോലിക്ക പുരോഹിതൻ അമ്പലത്തിൽ നിന്ന് പെൻഷൻ 2220 രൂപ എല്ലാ മാസവും ചെക്ക് തരാൻ വിളിക്കുന്നു. അപ്പൊ ഞാൻ എന്നിട്ട് അമ്പലത്തിലേക്ക് അവിടെ ചെന്നപ്പോൾ നിറച്ച അമ്പലത്തിലെ ആൾക്കാർ, അവരാൾക്കാർ എന്നിട്ട് എൻ്റെ കാല് തൊഴില്ല നമ്മളാരുമല്ല ചങ്ങാതി. ഞാനവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഈ സ്വാമി 12 ചെക്ക തരേണ്ട ഒരു അമ്പലത്തിൽ നിന്ന്. ഞാനല്ല ഇതെന്ത് ഇവർക്ക് പറ്റിയത്. അത് കഴിഞ്ഞ് എനിക്ക് 50ാമത്തെ വയസ്സിലാണ് എൻ്റെ കിഡ്നി ട്രാൻസ്പ്ലാന്റ് നടക്കും. ഞാൻ ഡിസംബർ 30 ജനിച്ചിട്ടുള്ളത്. ഞാൻ വാടാനപ്പള്ളിയിലായിരുന്നു. അപ്പോൾ അവിടുത്തെ ഫംഗ്ഷൻ കഴിഞ്ഞ് ഞാൻ അവിടുന്ന് പള്ളിയിൽ നിന്ന് പോകുന്നു. ഇത് കിഡ്നി കൊടുത്തതിന് ശേഷം പിന്നെ ആ പള്ളിക്ക് ചെന്നിട്ടില്ല. കാരണം 2 കിഡ്നിയുള്ള അച്ഛന്മാരെയാണ് ആൾക്കാർക്ക് താല്പര്യമുള്ളത്. അപ്പൊ അതുകൊണ്ട് തമാശയിട്ട് പറഞ്ഞിട്ട് അവരൊക്കെ നല്ല മനുഷ്യരാണ്. അപ്പൊ ഞാനവിടെ ചെന്നപ്പോ അവിടുത്തെ ഒരു മുസ്ലിം സഹോദരൻ അഷ്റഫ് എന്ന് പറഞ്ഞ ആള് പറഞ്ഞു, അച്ഛൻ്റെ ബർത്ത്ഡേ എൻ്റെ വീട്ടിലെ. ബർത്ത്ഡേ തൻ്റെ വീട്ടില? ആ. അങ്ങനെ അങ്ങൂര് ഞാനവിടെ ചെല്ലുമ്പോൾ വലിയ കേക്കൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് ഫാദർ ഡേവിസ് ചെറുമൻ 50ാമത്തെ ജന്മദിനം 100 പേർക്ക് ഡയാലിസിസിനുള്ള കാശ് അവിടെ ബലൂൺ കൊണ്ട് ഇങ്ങനെ കവാടൊക്കെ വെച്ചിട്ട് കല്യാണത്തോടെ കാണിക്കില്ല അതേപോലെ. പിന്നെ അവിടെ ഗാനമേള എൻ്റെ ബർത്ത്ഡേക്ക്. അത് കഴിഞ്ഞിട്ട് എല്ലാവർക്കും കൂടി ഞാൻ ഇത് ആരെ നടത്തണമെന്നറിയാം, ഒരു അഷ്റഫ്. ഇതൊക്കെ കാണുമ്പോഴൊക്കെ ഞാൻ തമ്പുരാനോട് ചോദിക്കാറുണ്ട്, നമ്മളൊന്നും ചെയ്തിട്ടില്ലത് എന്ത് ഈ മനുഷ്യരൊക്കെ ഇങ്ങനെ. സത്യമായിട്ട് നമ്മുടെ ജീവിതത്തിൽ ആനന്ദം നമ്മുടെ പ്രവൃത്തികളിൽ നിന്ന് മാത്രമേ നമുക്ക് കിട്ടൂ. സമ്പത്തിൽ നിന്ന് കിട്ടില്ല, ഭാര്യയിൽ നിന്ന് കിട്ടില്ല, മക്കളിൽ നിന്ന് കിട്ടില്ല, ഭർത്താവിൽ നിന്ന് കിട്ടില്ല, ഉദ്യോഗത്തിൽ നിന്ന് കിട്ടില്ല, സ്ഥാനമാനങ്ങളിൽ നിന്ന് കിട്ടില്ല. നമ്മുടെ പ്രവൃത്തികളിൽ നിന്ന് അപരന് വേണ്ടി നാം നമ്മുടെ ജീവിതത്തിൽ ചെയ്യുന്ന ത്യാഗത്തിൽ നിന്ന് മാത്രമേ പ്രിയമുള്ളവരെ നമുക്ക് സന്തോഷം എന്ന് ബാക്കി പലതും കിട്ടും. സന്തോഷം എന്ന് പറയുന്നത് കിട്ടുന്നത് അപരന് വേണ്ടി നാം നമ്മുടെ ജീവിതത്തിൽ മാറ്റിവെക്കുന്നുണ്ടെന്നാണ്. പലപ്പോഴും നമ്മൾ മാറ്റിവെക്കുക നമുക്ക് അങ്ങട് വെച്ചാൽ ഇങ്ങട് എന്ത് കിട്ടും എന്നുള്ള അർത്ഥത്തിലാണ്. അങ്ങട് ഇട്ടിട്ട് ഇങ്ങട് കിട്ടണം എന്നുള്ളതാണ്. അതിലൊന്നും കിട്ടില്ല കേട്ടാ. അങ്ങട് ഇട്ടിട്ട് ഇങ്ങട് കിട്ടുമെന്ന് വെച്ച് നമ്മൾ എന്തെങ്കിലും ചെയ്യുമ്പോൾ അതിൽ ഫലം ഉണ്ടാകില്ല. ഞാനിങ്ങനെ പറയാറുണ്ട്, പ്രാർത്ഥിക്കാനായിട്ട് അച്ഛന്മാരെടുത്തിയ ആൾക്കാർ ഓരോ കാര്യങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കണം. ഞങ്ങൾ പ്രാർത്ഥിക്കാം. അച്ഛന്മാർ ഞങ്ങളുടെ പണി ഏറ്റവും കൂടുതൽ ഉള്ളത് പ്രാർത്ഥിക്കലും. അപ്പം ഞാൻ പ്രാർത്ഥിക്കാം. ബിസിനസ് വളരെ മോശമാണ് അച്ഛൻ. ആയിക്കോട്ടെ, ഞാൻ പ്രാർത്ഥിക്കാം. അതിനാണ് ആൾക്കാർ വരിക. ബിസിനസ് മോശമാകുമ്പോഴാണ് ആൾക്കാർ വന്നിട്ട് പ്രാർത്ഥിക്കാനായിട്ട് വരും. അപ്പം ഞാൻ ഒന്ന് പ്രാർത്ഥിക്കാം. 2-3 ആഴ്ച പാടുന്നിട്ട് പറഞ്ഞു, അച്ഛൻ പ്രാർത്ഥിക്കണില്ല. എന്തെൻ്റെ മക്കിട്ട് പറഞ്ഞിട്ടുള്ളൂ, പ്രാർത്ഥിക്കണ്ടോ ഞാൻ? അയാളുടെ ബിസിനസ് നന്നാവണില്ല എന്ന്. അതിനിപ്പോ ഞാനിപ്പോ എന്താ ചെയ്യണ്ടേ? പ്രാർത്ഥിച്ചിട്ട് അച്ഛൻ പ്രാർത്ഥിച്ചിട്ട് ബിസിനസ് നന്നാക്കി കൊടുക്കണം. ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്, തന്റെ ബിസിനസ് നന്നാവുന്നത് എൻ്റെ പ്രാർത്ഥനയുടെ കേടുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ടോ? അച്ഛൻ നന്നായിട്ട് പ്രാർത്ഥിക്കും. ശരി, എന്നാ നിന്റെ ബിസിനസ് എന്തുട്ടാ അത് അച്ഛൻ അറിയണ്ട. അങ്ങനത്തെ പ്രാർത്ഥനയിലില്ല. തൻ്റെ ബിസിനസ് എന്താന്ന് പറ. അല്ലാതെ വളരെ മോശം അച്ഛാ, എനിക്കറിയാം വളരെ മോശമാണ്, അതുകൊണ്ടല്ലേ ചോദിക്കണേ, കാര്യം എന്താന്ന് പറ. എന്നിട്ട് വേണം നിയോഗം വെച്ചിട്ട് പ്രാർത്ഥിക്കണം. നിയോഗം വെച്ച് പ്രാർത്ഥിക്കാത്തതുകൊണ്ടാണ് കാര്യങ്ങളൊക്കെ നടക്കാത്തത്. തന്റെ നിയോഗം പറ. എന്താ തന്റെ നിയോഗം പറ? എന്താ? വളരെ മോശം. വളരെ മോശമല്ല, നീ കാര്യം പറഞ്ഞാലേ ഞാൻ പ്രാർത്ഥിക്കലില്ല. എൻ്റെ പ്രാർത്ഥനയുടെ ഫലം കൊണ്ടല്ല, എന്നാൽ പ്രാർത്ഥിക്കാൻ എനിക്ക് തമ്പുരാനാണ് എല്ലാം ചെയ്യുന്നത്. നീ പറ, എന്താ നിന്റെ ബിസിനസ്? വളരെ മോശം. പറയൂ നിനക്ക്, അല്ലെങ്കിൽ അപ്പോൾ ഇവിടുന്ന് പോവണം. നിന്റെ ബിസിനസ് എന്താ? ഞാൻ അച്ഛോ എനിക്ക് ഈ ശവപ്പെട്ടി ഉണ്ടാക്കുന്ന ബിസിനസ്. വളരെ മോശമാണ് ഇപ്പോ ശവപ്പെട്ടി. അപ്പൊ ഞാൻ പ്രാർത്ഥിക്കണം, അച്ഛൻ നന്നായിട്ടൊന്ന് നിങ്ങൾ പറഞ്ഞാൽ എന്തെന്നാ പ്രാർത്ഥിക്കുന്നതിന് വേണ്ടിയിട്ട് ദൈവമേ ശവപ്പെട്ടി ചെലവാവണേ എന്ന് പറഞ്ഞു. അപ്പൊ ആര് ചത്താലും വേണ്ടിയില്ല, നമ്മുടെ കാര്യം നടക്കണം. പ്രിയമുള്ളവരെ, നമ്മൾ സന്തോഷം കണ്ടെത്താൻ അപരന്റെ വേദനകളിൽ നിന്ന് നമുക്ക് ഒരിക്കലും സന്തോഷം. ഇപ്പൊ മെറിൻ പോൾ എന്നുള്ള സിസ്റ്ററുടെ ശരീരത്തിൽ കത്തി വെച്ച് മുറിച്ചപ്പോ അവരന് ജീവിതം കൊടുക്കാനാണ്. മെറിൻ പോളിന്റെ സിസ്റ്റർ വയറ് നോക്കുമ്പോ ഒരു വരി ഉണ്ടാവും, അതിൻ്റെ ഉള്ളിലൊരു സാധനം മിസ്സായിട്ടുണ്ടാവും. ഈ വര നോക്കുമ്പോ സിസ്റ്ററിന് ശരി പറഞ്ഞില്ല അല്ലേ? ഇല്ല. അവന് നമ്മുടെ ജീവിതത്തിൽ അപരന് വേണ്ടി സഹിക്കുന്നതിലാണ് സന്തോഷം.
ഞങ്ങളുടെ നാട്ടിലൊക്കെ ഇപ്പോൾ എൻ്റെ അനിയൻ്റെ മോളുടെ ഡെലിവറിയാണ്. അപ്പോൾ ഈ 5-10 ദിവസത്തിൽ നടക്കും. അപ്പോൾ അവൾ വലിയ വയറായിട്ട് വീട്ടിലേക്ക് ഞങ്ങൾ പോയിരുന്നു. അപ്പോൾ അവിടെ ഞങ്ങളുടെ നാട്ടിലൊരു പരിപാടിയുണ്ട്, നിങ്ങളുടെ ഉണ്ടെന്ന് അറിയില്ല, വയറ് കാണല്. അപ്പം ഞാനൊരു ദിവസം അവിടെ ചെന്നപ്പോൾ ഒരു വീട്ടിൽ വഴക്ക്, ഇതല്ല വേറൊരു സ്ഥലത്ത് ചെന്നപ്പോൾ ഞാൻ ചോദിച്ചു, എന്താണ് വഴക്ക്? അച്ഛനൊന്നും പറയാൻ പറ്റില്ല. എന്താ എന്നോട് പറഞ്ഞാൽ ഇവിടെ ഭയങ്കര വഴക്കാ. എന്താ വഴക്ക്? കാര്യം പറയൂ. ഇവിടെ എന്തെന്ന് പറയാ, കാര്യം പറയണോ? എൻ്റെ മോളുടെ വയറ് കാണാൻ വന്നിട്ടില്ല. നിങ്ങൾക്കൊന്നും മനസ്സിലാവില്ല, തൃശ്ശൂരിലെ കാര്യമാണ്. അപ്പം ഞാൻ ചോദിച്ചു, എന്ത് പ്രശ്നം? എന്ത് വയറ് കാണില്ല? എനിക്ക് മനസ്സിലായില്ലല്ലോ. എൻ്റെ അച്ഛോ മോള് ഗർഭിണിയായിട്ടിരിക്കുമ്പോൾ ഭർത്താവിൻ്റെ വീട്ടുകാർ വയറ് കാണാൻ വരും. ഓഹോ, അതവർ വന്നിട്ടില്ല, അതാണ് ഇവിടുത്തെ വലിയ വഴക്ക്. എന്നിട്ട് ഇതൊരു വഴക്കുണ്ടാക്കാതിരിക്കണ കാര്യമില്ലിരിക്കും. അവർ വയറ് കാണാൻ വന്നില്ലെങ്കിൽ ഇതൊക്കെ പരിഹരിക്കാവുന്ന കാര്യമുണ്ടോ? അതൊന്നും പരിഹരിക്കാൻ പറ്റില്ല അച്ഛാ. എന്തുട്ട് തമ്പാൻ ഇതൊക്കെ പരിഹരിക്കാൻ പറ്റില്ല. താൻ ഞാൻ പറഞ്ഞണ്ട ചെയ്യേ. എന്തുട്ട് ഒരു ഫോട്ടോ എടുത്തിട്ട് അവളുടെ വയറ് അയച്ചു, അവര് കണ്ടാ പോരെ. അപ്പോഴാണ് പറഞ്ഞ ഇതൊന്നല്ല സംഭവം. അതായത് വയറ് കാണാൻ വരുന്നിട്ട് വരുമ്പോ വാഷിംഗ് മെഷീൻ, ഫ്രിഡ്ജ്, കാശ് ഇതൊക്കെ കൊണ്ടുവരണം. അതിന് പറയാ പേരാ നീ വയറ് കാണല്. അത് ശരി. ഞാൻ ഈ ഫോട്ടോ എടുത്തുകൊണ്ട സാധനങ്ങൾ ഇങ്ങോട്ട് വരുമോ? ഈ പെൺകുട്ടിയാണെങ്കിൽ വയറുമ്പോ സോപ്പിട്ടൊക്കെ ഈ വയറും കൊണ്ട് പിടിച്ചിരിക്കും. ആരെങ്കിലും കാണുകയാണ് ഒരെണ്ണം വയറുമ്പേക്ക് നോക്കണില്ല. അവർക്ക് വയറൊന്നും കാണണം. നീ പോയി ഇവിടുന്ന്. ഞാൻ വാഷിംഗ് മെഷീൻ ഇവിടെ വെച്ചാൽ ഫ്രിഡ്ജ് ഇവിടെ കിട്ടാ. അത് പറഞ്ഞെന്തിനെന്ന് വെച്ചാല്, മാതാപിതാക്കളെ, നിങ്ങള് ഈ ശുശ്രൂഷ വേണമെങ്കിൽ അമ്മമാർക്ക് നിങ്ങളുടെ വീട്ടിൽ ചെയ്യാവുന്നതാണ്. ഏത്? വയറ് കാണൽ. വീട്ടിൽ പോയിട്ട് ഇന്ന് രാത്രി നിങ്ങള് നിങ്ങളുടെ മോനെ വിളിക്കുക, എന്നിട്ട് ഈ സാരി ഇങ്ങോട്ട് മാറ്റി നോക്കടാ. എന്താ നോക്കടാ വയറുമ്പയ്ക്ക് നോക്കി. 9 മാസം ഇതിൻ്റെ ഉള്ളിലായിരുന്നു. പൊക്കം ഇടയ്ക്ക് വയറ് മക്കൾക്ക് കാണിച്ചു കൊടുക്കണത് നല്ലതാ. അവരുടെ വിചാരം ഇതെവിടെന്നാ വന്നേന്ന് അറിയണ്ടേ. മോളെ വിളിക്കാം, ഇവിടെ വര നോക്ക്, വയറ് കാണി. എന്തമ്മ ഈ വര കണ്ട? 9 മാസം ഇതിനുള്ളിലായിരുന്നു. സഹോദരങ്ങളെ, ഇന്ന് നമ്മുടെ വളർന്നു വരുന്ന തലമുറയ്ക്ക് ജീവിതത്തിലെ സഹനത്തിനോ അപരന് വേണ്ടി ത്യാഗം സഹിക്കുന്നതിനോ അതിലൊന്നും വലിയ വാല്യൂ കാണുന്നില്ല. ഞാൻ പറഞ്ഞു വന്നത്, അപരന് വേണ്ടി സഹിച്ച ആ അമ്മ തൻ്റെ വയറുമ്പോ, ഞാനിപ്പോ ചെന്നപ്പോ 4 മക്കളുണ്ട് അച്ഛാ. ഞാൻ പറഞ്ഞു, അപ്പം 4 മുറിയുണ്ടാ? 3 മുറി. ഒരെണ്ണം ശരിക്ക് പ്രസവിച്ച്, ബാക്കിയൊക്കെ മുറിയായിരുന്നു. വയറുമ്പലൊക്കെ ഇങ്ങനെ മുറികളാ, കീറി കീറി. അത് നോക്കുമ്പോൾ ഒരു സ്ത്രീയുടെ മനസ്സിൽ ഏറ്റവും കൂടുതൽ സന്തോഷം ഉണ്ടാകും. ഞാനൊരു കുഞ്ഞിന് ജന്മം കൊടുക്കാൻ രക്തം ചിന്തിയ പാടുകൾ യേശുക്രിസ്തുവിൻ്റെ ശരീരത്തിലെ പാടുകളാണ്, ആണിപ്പാടുകളാണ്. യേശുക്രിസ്തുവിനെ നോക്കുന്ന മനുഷ്യന്റെ ഹൃദയത്തിൽ ഉരുക്കം ഉണ്ടാക്കുന്നത്. ഉരുകും. ദുഃഖ വെള്ളിയാഴ്ച വരുന്നു, ആണികൾ കയ്യിൽ തറച്ച ഓർമ്മകൾ വരുമ്പോൾ യേശുക്രിസ്തുവിൻ്റെ ഭൗതിക മാനുഷിക സൗന്ദര്യം കണ്ടിട്ടല്ല യേശുക്രിസ്തുവിനെ സ്നേഹിക്കുന്നത്, ത്യാഗം. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിലെ ത്യാഗത്തിൻ്റെ വില നമ്മൾ മനസ്സിലാക്കിയാൽ അത് അവരിന് വേണ്ടിയാകുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ മനസ്സ് സന്തോഷിക്കും. ഞാനിങ്ങനെ പോരൻ്റെ ഒരു 2 മാസം മുമ്പാണ് ഷാൻറ്റി എന്ന് പറയുന്ന ഒരു മ്യൂസിക് ഡയറക്ടർ എന്നെ ഫോൺ വിളിച്ചു. അങ്കമാലിയിലെ ഒരു വീട്. അച്ഛാ, ഞാനിവിടെ ഇങ്ങനെ ഒരു കാര്യം പറയണം, സങ്കടം ഉണ്ട്. എന്താണ്ടാ, ഈ അങ്കമാലിയിലെ ഒരു ചെറുപ്പക്കാരൻ പെട്ടെന്ന് ആക്സിഡന്റ്, ബ്രെയിൻ ഡെത്ത് ആയി അച്ഛാ. അവൻ്റെ എല്ലാ അവയവങ്ങളും കൊടുത്തു, അവൻ്റെ ഒരു കൈ പോലും കൊടുത്തു. കൈ ട്രാൻസ്പ്ലാന്റ് ചെയ്ത് കൊടുത്തത്, മറ്റൊരാൾക്ക് കൈ മുറിച്ചിട്ട് കൊടുത്തത്. അവന് വീടില്ല അച്ഛൻ, ആ കുടുംബത്തിന് അവൻ മരിച്ചു, അപ്പനമ്മ മാത്രമേ ഉള്ളൂ. ഞാനത് കണ്ടപ്പോൾ ഞാൻ കുറച്ച് പേര് ഒരു ഫേസ്ബുക്കിലൊക്കെ ഇട്ടു. അവൻ്റെ വീട് ഒന്നിന് ബന്ധുക്കാരോടൊക്കെ പറഞ്ഞിട്ട് ഒരു 3.5 സെന്റ് സ്ഥലം ഞാൻ സംഘടിപ്പിച്ചു. അമേരിക്കയിലാണ് പറഞ്ഞപ്പോൾ അയാൾ 2 ലക്ഷം രൂപ അയച്ചു. ബാക്കിയൊന്നും ഒരു മാർഗമില്ല അച്ഛൻ. ഞാൻ പറഞ്ഞു, നല്ല കാര്യമാണ് നീ ചെയ്യുന്നത്, നിൽക്കാണ്ട് തോന്നിയല്ലോ. അത് ഭയങ്കര സങ്കടച്ചോ. അപ്പോൾ നീ വെച്ച് കഴിഞ്ഞപ്പോൾ ഒരു ഡോക്ടർ എൻ്റെ ഫോൺ വിളിച്ചു. ഡോക്ടർ അച്ഛോ, ഞാൻ മറ്റേ ഡോക്ടർ. അപ്പോൾ എനിക്ക് മനസ്സിലായി, ഡോക്ടർ പേരൊന്നും ഞാൻ പറയുന്നില്ല. അവൾ ഡോക്ടറായെന്നറിയാം.
ആ ഡോക്ടർ വിളിച്ചിട്ട് അച്ഛനോട് ഓർമ്മയില്ലേ? വല്ല എന്താ കാര്യം എന്നറിയാം. അതിന് ഫോൺ വിളിക്കുന്നതിൻ്റെ 4 വർഷം മുമ്പ് ഒരു 9:30 മണി സമയത്ത് ഈ ഡോക്ടർ എന്നെ കാണാൻ വന്നു രാത്രിയിൽ. അപ്പോൾ ചോദിച്ചു, എന്താ? ഞാൻ ഡോക്ടർ അച്ഛൻ കൊടുത്ത പോലെ ഒരു കിഡ്നി ഞാൻ കൊടുക്കാൻ തയ്യാറാണ്. ഞാൻ പറഞ്ഞു, ലോകത്തിൽ ഇന്ന് വരെ ഒരു ഡോക്ടർ കിഡ്നി കൊടുത്ത ചരിത്രം കേട്ടിട്ടില്ല. ഡോക്ടർ കൊടുത്താൽ അത് വലിയൊരു മെസ്സേജ് ഔട്ടാകും. അപ്പം ഞാനൊന്നും വീട്ടിൽ നിന്ന് പറഞ്ഞിട്ട് അവതരിപ്പിക്കട്ടെ അച്ഛൻ. അത് ശരിന്നിട്ട് ഡോക്ടർ പോയി. പിറ്റേ ദിവസം കുർബാന കഴിഞ്ഞ് വരുമ്പോൾ എൻ്റെ ഫോൺ കിടക്കിട്ട് അടിക്കുന്നില്ല. ഹലോ, ബോധമില്ലാണ്ട് കിടക്കണം ഇവിടെ. മോണിക്കൂടെ ആദ്യം പറഞ്ഞു, ആരത്? ആ, ബോധമില്ലാണ്ട് കിടക്കുക, മനസ്സിലായിട്ട? ഞാൻ അവളുടെ അപ്പൻ. എനിക്കൊന്നും മനസ്സിലാവണില്ല. ഒരു ഡോക്ടർ വന്നിരുന്നു ഇന്നലെ. ആ ഡോക്ടറുടെ ഭാര്യയുടെ അപ്പൻ ബോധമില്ലാണ്ട് കിടക്കാവള്, എൻ്റെ മോള്. മനസ്സിലായ? ഞാനൊന്നും പറഞ്ഞില്ല ചേട്ടാ. അച്ഛൻ പറയണം അങ്ങോരോട്, ഈ വക പണിക്ക് നടക്കരുതെന്ന് അച്ഛൻ തന്നെ പറയണം. ഭാര്യ ഡോക്ടർ, ഇയാളും ഡോക്ടർ. ബോധമില്ലാണ്ട് കിടക്കുന്നു. ഇയാളുടെ ഭാര്യ എന്ത് വീട്ടിൽ ചെന്ന് അവതരിപ്പിച്ചു, ഞാൻ ഡേവിസ് അച്ഛനെ കണ്ടിട്ടാണ് വരുന്നത്, കിഡ്നി കൊടുക്കാൻ. അതിന്റെ ബോധം കണ്ടു. ആ ഡോക്ടറാണ് പിന്നെ എന്നെ വിളിക്കുന്നത്. പിന്നെ കുറെ നാളായിട്ട് എന്നെ വിളിച്ചിട്ടില്ല. പിറ്റേ ദിവസം വിളിച്ചിട്ട് സോറി അച്ചോ, ഞാൻ എന്താ ചെയ്യാ, വീട്ടിലൊന്ന് അവതരിപ്പിച്ചാണ് എനിക്ക് സംഭവമൊക്കെ ഉണ്ടായത്. ഈ ഷാൻഡി പോയി ഫോൺ വെച്ച സമയത്ത് ഇയാൾ വിളിച്ചു, അച്ചോ എൻ്റെ മകളുടെ കല്യാണം. ഞാൻ സാധാ ഊണാണ് ആൾക്കാർക്ക് കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ കുറേ കാര്യങ്ങൾ ചെയ്യാൻ ഉദ്ദേശിച്ചു. ഞാനൊരു വീട് വെച്ച് കൊടുക്കുന്നുണ്ട്. കിഡ്നി ഫെഡറേഷനിൽ 25,000 രൂപ ഞാൻ സംഘടിപ്പിക്കുന്നുണ്ട്. എന്നെ മുന്നാല് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഡോക്ടറെ, ഈ കിഡ്നി ഫെഡറേഷനൊക്കെ ദൈവം ആൾക്കാർ തരും. സാർ കാര്യം ചെയ്യും, ഇങ്ങനൊരു വീട് പണിയുണ്ട്. കയ്യാണ് മുറിച്ച് കൊടുത്തത് ആ മകൻ്റെ വീട്. ഓക്കെ, എന്നാൽ ഞാൻ അങ്ങോട്ട് അച്ഛൻ പറഞ്ഞു, ശരി ഷാൻഡിയ വിളിച്ചട്ടാ 25,000 രൂപ തരും. പിറ്റേ ദിവസം ഞാൻ ഈ ഷാൻഡിയുടെ ഈ വീടിൻ്റെ കാര്യങ്ങൾക്ക് മനോരമയിൽ ഒരു ഫോട്ടോ, ഒരു വാർത്ത കൊടുത്തു. ഇങ്ങനെ ഒരു കുടുംബം ആ കൈ ഡൊണേറ്റ് ചെയ്ത ആ മകൻ്റെ ആ മാതാപിതാക്കൾക്ക് വേണ്ടി രൂപപ്പെടുന്നു. ഫോട്ടോ വന്നു വെച്ച് എൻ്റെ ഡോക്ടർ വിളിച്ചു, അച്ഛാ പത്രത്തിൽ വന്നല്ലോ. ഒരു കാര്യം ചെയ്യും, അവരോട് പറയാം 1 ലക്ഷം രൂപ ഞാൻ കൊടുത്തോളാം. പ്രിയമുള്ളവരെ, ഇന്ന് ഞാൻ ചെന്ന് കഴിഞ്ഞാൽ ഞാൻ ചുരുക്കി പറയാം, ആ വീട് ഞങ്ങൾ ചെന്ന് ആ തറയിൽ നിന്ന് പൈസ കൊടുത്തു. ഇപ്പം ആ മ്യൂസിക് ഡയറക്ടർ, ഒരു പരിചയമില്ലാത്ത മനുഷ്യൻ, ആ വീട് പണിയിപ്പിച്ച് മെയ് 24-ാം തീയതി അതിൻ്റെ താക്കോൽദാനം ആ കൈ സ്വീകരിച്ച ആളുണ്ടല്ലോ, അയാൾ വന്നിട്ട് ആ കൈ കൊണ്ട് ഈ അപ്പനമ്മയ്ക്കും താക്കോല് കൊടുക്കും. സമൂഹത്തിലെ ജീവിതത്തിൻ്റെ വലിയ വലിയ സന്തോഷങ്ങൾ കാണുമ്പോണ്ടല്ലോ, ഞാനിതൊക്കെ കാണുമ്പോൾ ആലോചിക്കും, ദൈവമേ, മനുഷ്യൻ നന്നായാൽ ഈ ലോകം സ്വർഗണം. നമുക്ക് വലിയ വലിയ സൗകര്യങ്ങളല്ല വേണ്ടത് പ്രിയമുള്ളവരെ, നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ നന്മയുണ്ടാകണം. ക്രിസ്മസിന് 2 ആഴ്ച മുമ്പാണ് മനോജ് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ്റെ കഥ പറഞ്ഞ് തൃശ്ശൂർ പെയിൻ ആൻഡ് പാലിയേറ്റീവിൻ്റെ ഹോസ്പിറ്റലിൽ നിന്ന് എന്നെ ഡോക്ടർ വിളിച്ചിട്ട് പറഞ്ഞു, ഫാദർ ഇവിടെ വരെ വരണം. എന്താണാവോ, ഒരു മനോജ് എന്നൊരു ക്യാൻസർ പേഷ്യൻ്റ് ഇവിടെ കിടക്കുന്നുണ്ട്. അവന് അവസാനമായിട്ട് അച്ഛനെ കാണണമെന്ന് പറയണം. ഞാൻ പറഞ്ഞു, എന്നെയാണ്? എനിക്കറിയില്ലല്ലോ. അച്ഛനറിയില്ല, പക്ഷെ അച്ഛനെ അവനറിയാം. ഞാൻ പിറ്റേ ദിവസം അവിടെ ചെന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു, അച്ഛനോട് കുറച്ച് കാര്യം പറയണ്ടേ. എന്താണാവോ, അവന് 31 വയസ്സായിട്ടുള്ളൂ. ക്യാൻസറാണ്. ഡോക്ടർ ചോദിച്ച് നടന്നിരുന്നതാണ്. അച്ഛൻ്റെ വീടിൻ്റെ അടുത്ത് ചേർപ്പണം അവൻ്റെ വീട്. അമ്മ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇപ്പോൾ അവൻ്റെ തള്ളവിരല് പഴുത്തു, പ്രമേഹം മുറിച്ചു, പാദം മുഴുവൻ മുറിച്ചു, ഉപ്പറ്റ് വരെ മുറിച്ചു, മുട്ട് വരെ മുറിച്ചു, ഇപ്പോൾ എലി വരെ മുറിച്ചു. അവനൊരു കാലുള്ളൂ. ഇപ്പോൾ കിടക്കണം. അവൻ 2-3 ദിവസമായിട്ട് ഭക്ഷണം കഴിക്കണില്ല. എന്താ ഭക്ഷണം കഴിക്കാതെ, ഭക്ഷണം കഴിച്ചാൽ അത് മലമായിട്ട് പോകാൻ മുക്കിയാൽ അവിടെ ഒന്നുമില്ല, ബ്ലഡാണ് വരിക. ആ വേദന ആലോചിച്ചിട്ട് അവൻ ഭക്ഷണം കഴിക്കണില്ല, അവൻ വെള്ളം കുടിക്കണില്ല, യൂറിൻ പാസ് ചെയ്യാൻ അവിടെ ഒന്നുമില്ല. അങ്ങനെയുള്ള ഒരു ചെറുപ്പക്കാരനെയാണ് അച്ഛൻ കാണാൻ ചെല്ലുന്നത്. എന്തിനാണോ വിളിക്കണേന്ന് ഞങ്ങൾക്കറിയില്ല. അച്ഛനെ കാണണം, അച്ഛനെ കാണണം എന്ന് പറയും. അപ്പോഴൊക്കെ ഞാൻ ആലോചിക്കാറുണ്ട്, ഞാൻ ആരായിട്ട് അവൻ്റെ അടുത്ത് എന്ത് പറയാൻ. ഞാനവനെ കാണിച്ചു. അവിടെ കയറി ചെന്നുടർന്ന് ഞാൻ പറഞ്ഞു, അച്ഛാ ഞാൻ മരിക്കുള്ളൂ, അച്ഛാ ഞാൻ മരിക്കും. മാനോജം മിണ്ടണ്ടിക്കട, ഡേവിസ് ശ്രമലച്ഛൻ മരിക്കും, എല്ലാവരും മരിക്കും, നീ മിണ്ടണ്ടെന്നവിടെ. ഞാൻ എൻ്റെ അടുത്ത് കുറേ നേരം ഇരുന്നു, കുറേ തമാശകൾ പറഞ്ഞു, കുറേ കരഞ്ഞവൻ, കുറേ ചിരിച്ചവൻ. എല്ലാം കഴിഞ്ഞ് പോകുമ്പോൾ ഞാൻ ചോദിച്ചു, മനോജെ
നീ എന്തിനാ എന്നെ കാണുന്നത് പറഞ്ഞടാ. അപ്പൊ അവൻ എൻ്റെ മുഖത്ത് നോക്കിയിട്ട് അവൻ്റെ കൈ അവൻ്റെ നെഞ്ചത്ത് വെച്ചിട്ട് അവൻ്റെ അമ്മ തൊട്ടടുത്ത് നിൽക്കുന്നുണ്ട്. എന്നോട് പറഞ്ഞു, അച്ഛാ എനിക്കൊരാഗ്രഹമുണ്ട്. പറയടാ, എന്താ നിന്റെ ആഗ്രഹം? എൻ്റെ ഹാർട്ട് വെക്കണച്ചാ. പ്രിയമുള്ളവരെ, ഈ ലോക ജീവിതത്തിൽ അവന് കച്ചവടമില്ല, വീടില്ല, ഭാര്യയില്ല, മക്കളില്ല, അപ്പനില്ല, കാലില്ല, ഇനി ജീവനില്ലാണ്ടാവുന്ന സമയത്ത് പോലും ആ ചെറുപ്പക്കാരൻ്റെ മനസ്സ് പറയുന്നു അവൻ്റെ ഹാർട്ട് കൊടുക്കണം. ഈ ഹാർട്ടിലല്ലേ ഈശ്വരൻ ജീവിക്കണത്. നമുക്കൊക്കെ ഇങ്ങനൊരു ഹൃദയം ഉണ്ടായിരുന്നെങ്കിൽ, ഇങ്ങനൊരു ഹൃദയം നമുക്കുണ്ടായിരുന്നെങ്കിൽ ഈ ലോകം എത്ര സുന്ദരമാകും. ഹൃദയമില്ലാത്ത കാര്യങ്ങളല്ലേ പ്രിയമുള്ളവരെ സമൂഹത്തിൽ നടക്കുന്നത്. അപ്പൊ നല്ല ഹൃദയമുള്ള കുറച്ച് മനുഷ്യരെങ്കിലും നമ്മളാകണ്ടേ, എന്നാലല്ലേ ഈ ലോകം നന്നാക്കാൻ പറ്റുള്ളൂ. ഇത്രയും നേരം നിങ്ങൾ എന്നെ കേട്ടിരിക്കുമ്പോൾ കുറെ പറയുകയാണെങ്കിൽ കുറെ കാര്യങ്ങൾ എനിക്ക് നിങ്ങളോട് പറയാനുണ്ടാകും. ജീവിതത്തിൽ ഇങ്ങനെയൊക്കെ കടന്നു പോകുമ്പോൾ ഞാൻ ആൾക്കാരോട് പറയാനുള്ളത്, എപ്പോഴാ ഈ ശ്വാസം നിലയ്ക്കാന്നറിയില്ല. ദേവന്നു ദാ പോയി, ദേവന്നു ദാ പോയി. സുരേഷ് ഗോപി പറഞ്ഞതൊന്നല്ല ഞാൻ പറയണത്. ഞാൻ പറഞ്ഞത് ഈ ശ്വാസത്തിന്റെ പോക്ക് വരവ് പറഞ്ഞതാ. ദേവന്നു ദാ പോയി, ദേവന്നു ദാ പോയി, പിന്നെ വന്നില്ല. ഇതാണ് ഈ മരണം. ഈ ശ്വാസം നമുക്ക് ദൈവം തന്ന് നിലനിർത്തുമ്പോൾ ഈ ശ്വാസം പോയാൽ നമ്മുടെ അക്കൗണ്ട് വെട്ടും, എന്നിട്ട് വേറെ ആളുടെ പേര് എഴുതും, നമ്മുടെ ആധാരത്തിൽ തിരുത്തും. ഈ ശ്വാസം പോയാൽ പിന്നെ നമ്മൾക്ക് ഓണർഷിപ്പ് ദൈവം മാത്രം, വേറൊരു ഓണർഷിപ്പില്ല. നീ ഭാര്യയല്ല, പിന്നെ നീ ഭർത്താവല്ല, നിനക്ക് ഈ ലോകത്തിൽ ഒന്നിൻ്റെയും അവകാശങ്ങളില്ല. ഈ ശ്വാസത്തുമ്പലാണ് എല്ലാം നിൽക്കണേ. സത്യമില്ലെന്ന് ആലോചിച്ചു. അതുകൊണ്ട് ഈ ജീവിതത്തിൽ നമ്മൾ കടന്നു പോകുന്നതിന് മുമ്പ് എന്താണ് അടുത്ത തലമുറയ്ക്ക്, അടുത്ത സമൂഹത്തിന് നമ്മൾ ചെയ്തിട്ടുള്ളത് പ്രിയമുള്ളവരെ? ഈ ലൈറ്റൊക്കെ കത്തണില്ലേ? ഇത് കണ്ടുപിടിച്ച ആളുടെ പേരറിയാം. ആരാ? തോമസ് ആൽവ എഡിസൺ. അയാളുടെ വീട്ടിൽ ഞാൻ പോയിണ്ട്. ഞാൻ ഇങ്ങനെയുള്ള ആൾക്കാരുടെ വീട്ടിലേക്കൊക്കെ പോകും. കാരണം അവർക്കൊക്കെ എന്തോ തലയിലുണ്ട്. ഞാൻ സ്വിറ്റ്സർലൻഡിൽ പോയപ്പോൾ അവിടെ പോയി. ഐൻസ്റ്റീൻ അദ്ദേഹത്തിന്റെ വീട് കാണാനും പോയി. പക്ഷെ അങ്ങനെ കയറ്റിയില്ല. അവിടെ വേറെ ആൾക്കാർ താമസിക്കുക. പ്രൈവറ്റ് വീടാണ് വിറ്റിട്ട്. അതിന് മുമ്പിൽ നിന്നിട്ട് ഇതിന്റെ ഉള്ളിലാണ് നീ താമസിച്ചാലേ. ഐസക് ന്യൂട്ടനെ കാണാൻ പോയി ലണ്ടനിൽ. മറ്റേ ആപ്പിള് തലയിൽ വീണാണ്, മറ്റേ ആപ്പിള് തലയിൽ വീണ അയാളുടെ അടുത്ത് പോയി. ആ ആപ്പിൾ മരം അവിടെ ഉണ്ട്. ഗ്രേറ്റ് ട്രീസിൽ പെടുത്തിയിട്ട് ആപ്പിൾ മരം ഉണ്ട് അവിടെ. ആപ്പിൾ മരത്തിന്റെ ചോട്ടിലൊന്നും ഇരിക്കാന്ന് വിചാരിച്ചു. പക്ഷെ ആപ്പിൾ ഉണ്ടാവുന്ന കാലമായിരുന്നില്ല. അത് കാരണം ഒന്നും വീണില്ല. ഒക്കെ ട്രിം ചെയ്ത് നിർത്തിയിരിക്കുന്ന കാലമായി. എന്നിട്ട് ഞാൻ അതിൻ്റെ ഒരു കഷ്ണം വാങ്ങിച്ചു കൊണ്ടൊരു മൊമെൻ്റ് പോലെ വാങ്ങിച്ചു കൊണ്ടിട്ട് അപ്പം ഞാൻ നാട്ടിലൊക്കെ ഒന്നത് പറയുമ്പോൾ പിന്നെ അച്ഛനിപ്പോൾ ആപ്പിൾ മരത്തിൻ്റെ അടുത്ത് കൂടൂ ഞാനിരുന്നൂന്ന്. അതൊക്കെ അതിൻ്റെ ഒരു പീസാണ്. കണ്ട നീ എഴുതി വെച്ചോ. വേണ്ട, വൂൾസ്ത്രൂപ്പ് എന്ന് പറഞ്ഞ സ്ഥലത്ത് വീട്ടിൽ ഞാൻ ഐസക്കിൻ്റെ വീട്ടിൽ പോയി ആ മരത്തിൻ്റെ ആപ്പിൾ മരത്തിൻ്റെ ഒരു പീസാണ്. അത് കണ്ടപ്പോൾ ആൾക്കാർക്ക് വിശ്വാസം ഇപ്പോൾ ഒരു ചെറുപ്പക്കാരൻ പറഞ്ഞു, അച്ഛാ ഇത് ശരിക്കും ആപ്പിൾ? ശരിക്കും അച്ഛാ എനിക്ക് അതിൻ്റെ ഒരു പീസ് തരും. അത് ശരി അച്ഛൻ, നിനക്ക് എന്തിനുണ്ട് ഒരു പീസ്? അല്ല, ആ പീസ് ഇട്ടിട്ട് എണ്ണ കാച്ചിട്ട് തലയിൽ ഒഴിച്ചാൽ വലിയ നോക്കും. ഈ മരത്തിൻ്റെ അല്ല, ഈ ആപ്പിൾ ഇതിന്റെ മരത്തിന്റെ ആപ്പിള് വീണിട്ടല്ലേ മറ്റേ തലയിൽ ഉദിച്ചെന്ന്. എടാ മോനെ, ഇത് വീഴുമ്പോ ഉദിക്കണതല്ല, ഇതിന്റെ ഉള്ളിലുണ്ടാവണം സാധനം. എന്നാൽ ഇതിന്ന് മുളയ്ക്കുള്ള അതിന്റെ തലയിൽ ആപ്പിളല്ല, ചക്ക കൊണ്ടിട്ടാ പോലും ഒന്നും ഉണ്ടാവില്ല. നമ്മുടെ വിചാരം ഈ ആപ്പിള് വീണപ്പോഴാണ് ഇതിന്റെ ഉള്ളിൽ നിന്ന് മുളച്ചെന്ന്. ഈ സാധനം കുരു ഇതിന്റെ ഉള്ളിലുണ്ടാവണം. കുരു തലയിലുള്ളിലെ, അല്ലാണ്ട് വെറുതെ ആപ്പിള് വീണാലൊന്നും മുളക്കില്ല. ഈ ജീവിതത്തില്, നമ്മൾ ഈ ലോക ജീവിതത്തില് നിങ്ങൾ എത്ര ചക്ക തിന്നുണ്ട് പ്രിയമുള്ളവർ? എത്ര മാങ്ങ തിന്നുണ്ട്? ഈ ചക്ക മാങ്ങയൊക്കെ തിന്നണം നമ്മള് ആലോചിക്കണ്ടേ? എത്ര ചക്ക വെല്ലൂര് നട്ട പ്ലാവിന്റെ ചക്കതി എത്ര എണ്ണം തിന്നുണ്ടാ? ഒരു ചക്കക്കുരുവെങ്കിലും നിനക്ക് കുഴിച്ചിട്ടോടാ. നിനക്ക് തിന്നലല്ല വെല്ലൂരുണ്ടാക്കിയതൊക്കെ തിന്നലല്ല. നിർത്ത്. ഒരു കുരു കുഴിച്ചിടാ പോയിട്ട്. എത്ര മാങ്ങ ചെത്തി തിന്നുണ്ട്? ഒരു അണ്ടി കുഴിച്ചിട്ടോടാ നിനക്ക്. സത്യമല്ലേ?
ഈ ലോകത്തില് വല്ലോരുണ്ടാക്കിയതൊക്കെ അനുഭവിച്ച് നടക്കുക. അടുത്ത തലമുറയ്ക്ക് നീ എന്തെങ്കിലും കൊടുത്തണ്ട. കൊച്ചോസപ്പേട്ടൻ പറയും നമ്മള് കൊടുത്തണ്ടോ, എന്താണ് ഒരു കിഡ്നി പറഞ്ഞ് അച്ഛൻ അവസാനം കിഡ്നിയിലേക്കാണ് വരണേ എന്നൊന്നും നിങ്ങൾ ആലോചിക്കണ്ട. ഞാനതൊന്നും ചോദിക്കാൻ വേണ്ടി പറഞ്ഞതല്ല. ജീവിതത്തിൽ സന്തോഷം നമ്മുടെ അവസാന സമയത്ത് നമ്മുടെ ഉള്ളിൽ ഉണ്ടാകണം പ്രിയമുള്ളവർ. അതിനുള്ളിലുണ്ടാകണം യഥാർത്ഥ മനുഷ്യ സ്നേഹം. എന്നാണ് ഞാൻ പറഞ്ഞത്. ഭർത്താവിനോടുള്ള സ്നേഹമല്ല, ഭാര്യയോടുള്ള സ്നേഹമല്ല, മക്കളോടുള്ള സ്നേഹമല്ല. അതിനൊക്കെ കണ്ടീഷൻ ഉണ്ട്. പ്രാർത്ഥിക്കുവാൻ എല്ലാവർക്കും ഒരു കാരണമുണ്ട്. സൈക്കിൾ അതപ്പം 3 ചന്ദനത്തിനി. ഇതുപോലെ നിനക്ക് ഓരോരുത്തരെയും സ്നേഹിക്കാൻ കാരണമുണ്ട്. എന്താ കാരണം? ഇതെൻ്റെ ഭർത്താവാണ്, ഇതെൻ്റെ ഭാര്യയാണ്, ഇതെൻ്റെ കുട്ടികളാണ്, ഇതെൻ്റെ സ്റ്റുഡൻ്റാണ്, ഇത് തൃശ്ശൂർക്കാരനാണ്, ഇത് കോട്ടയംകാരനാണ്, ഇത് ക്രിസ്ത്യാനിയാണ്, ഇത് ഹിന്ദുവാണ്, ഇത് മുസ്ലിമാണ്. അതിനൊക്കെ കാരണങ്ങളുണ്ട്. കാരണം കൂടാതെ സ്നേഹിക്കുന്നതാണ് മനുഷ്യ സ്നേഹം. നീ കാരണം വെച്ച് സ്നേഹിക്കുമ്പോൾ അതിൽ കാര്യമില്ല. കാരണം കൂടാതെ സ്നേഹിച്ചതാണ്. മലാല എന്ന് പറയുന്ന പെൺകുട്ടിയെ ലോകം ബഹുമാനിക്കാൻ കാരണം അവളുടെ സൗന്ദര്യം കണ്ടിട്ടില്ല. ആ കുട്ടി മനസ്സിൽ പറഞ്ഞു, എന്നെ പോലെ ഈ ലോകത്തിലെ എല്ലാ പെൺകുട്ടികൾക്കും വിദ്യാഭ്യാസത്തിന് അവകാശമുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ലോകം അവളെ ശ്രദ്ധിച്ചു. ഈ ലോകത്തിൽ നമുക്കൊക്കെ ഇങ്ങനെ ചെയ്യാൻ, നമ്മുടെ ജീവിതം കൊണ്ടൊന്നും ചെയ്യാനില്ലേ പ്രിയമുള്ളവരെ? ഒത്തിരി കാര്യങ്ങൾ അതിന് ഉള്ളിൽ ഈ നന്മ കത്തണം സഹോദരങ്ങളെ. ഈ $1 റവല്യൂഷൻ എന്ന് പറഞ്ഞ കാര്യത്തെക്കുറിച്ച് എനിക്ക് നിങ്ങളോട് വേറെ പറയാൻ, അതൊക്കെ നിങ്ങളുടെ ചിന്തകൾ. എനിക്ക് പറയാനുള്ളത് മനുഷ്യന്റെ മനസ്സ് നന്മ നിറഞ്ഞതാകണം. കുറച്ച് കാലൊള്ളോട്ടായി ജീവിതം. സോറിയാസിസ് ബാധിച്ച ഒരു ചെറുപ്പക്കാരൻ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, അച്ചു ഷർട്ടൊക്കെ മൂടിയിട്ട് വന്നു. എനിക്ക് യാതൊരു മാർഗമില്ല അച്ചു, ഇത് മാറുന്നില്ല. അവസാനം ഒരു ദിവസം ഫോൺ വിളിച്ചോണ്ട് ഞാൻ കോഴിക്കോട് പോകണച്ച ഒരു ട്രീറ്റ്മെന്റ് എടുക്കുന്നുണ്ട്. ഞാനും ഭാര്യ കൂടി പോകണച്ച പ്രാർത്ഥിക്കണം. തല തൊട്ട് ദേഹം പൂർവ്വം വിണ്ട് കീറി ജലം ഒലിക്കുകയാണ്. അവൻ ആ കണ്ണാടിയിൽ നോക്കാൻ പോലും അവന് പേടിയായി തുടങ്ങി. മുഖത്തൊക്കെ വിണ്ട് കീറി, കൈയും കാൽശേഷം മുഴുവൻ. അവൻ പോയി 3 മാസം കഴിഞ്ഞപ്പോൾ എന്നെ ഫോൺ, അച്ചു എൻ്റെ രോഗം മാറി, ഞാൻ തിരിച്ചു വന്നു. ഞാൻ പറഞ്ഞു, നിങ്ങൾ വാ. കാരണം അവൻ്റെ ഭാര്യ കൂടെ വന്നു. ഞാൻ നോക്കിയിട്ടാ സുഖയിലോ, എന്ത് മരുന്നാണ് ആ ഡോക്ടർ തന്നത്? അപ്പം പറഞ്ഞു, അച്ഛാ എനിക്ക് ഡോക്ടർ തന്ന മരുന്നാണ് ഈ നിൽക്കുന്നത്. ആര്? എൻ്റെ ഭാര്യ. അച്ചോ, ഞാൻ ആ 3 മാസം ആ സ്ഥലത്ത് താമസിക്കുമ്പോൾ എൻ്റെ മുറിയിലെ അടിച്ചു വരാൻ വരുന്ന സ്ത്രീകൾ മുഖത്ത് മാസ്ക് കെട്ടിയിട്ട് വരുന്നുണ്ടായിരുന്നേ. മാന്തുമ്പ ചതമ്പല് പോലെ താഴെ വീഴും. അതടിക്കുമ്പോൾ പറന്നവരുടെ മൂക്കി കയറാണ്ടിരിക്കാൻ. എനിക്ക് തന്നെ അറപ്പായിരുന്നു അച്ഛാ. എന്നെ ഇവൾ 15 വർഷമായി എൻ്റെ കൂടെ അവൾ ജീവിക്കണു. ഇതിൻ്റെ ഉള്ളിൽ എന്താന്ന് എനിക്കറിയില്ലായിരുന്നു. ഒരു സ്ത്രീ, അവൾ എൻ്റെ കൂടെ 3 മാസം താമസിച്ചു. എന്നെ കുളിപ്പിച്ചതാണ് അവളാണ് അച്ഛ. അറയ്ക്കും, എന്നെ കണ്ടാൽ അറയ്ക്കും. എനിക്ക് ഭക്ഷണം വാരി തന്നത്. എൻ്റെ കൂടെ അവൾ എന്നെ കെട്ടിപ്പിടിച്ച് കിടന്നു. പല പ്രാവശ്യം അവിടെ ഇത്ര കിണറിൻ്റെ പക്കത്ത് ഞാൻ പോയിരുന്നു അച്ഛൻ. ജീവിതം അവസാനിപ്പിച്ചാലോ എന്ന് ആലോചിച്ചിട്ട്. പിന്നെ അവരുടെ കുടിവെള്ളം മുടക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ചാടിയില്ല. പല പ്രാവശ്യം ഞാൻ രാത്രി സമയങ്ങളിൽ മുറിയിൽ കിടക്കുമ്പോൾ കമന്ന് കിടന്ന് ആ തലയിനുമേ കടിച്ച് പിടിച്ച് കരഞ്ഞിട്ടുണ്ട് അച്ഛാ. എന്തിനുണ്ടാ? വേദന കൊണ്ടാണോ? അല്ലച്ചോ, ഇവള് ആരാണെന്ന് 15 വർഷം ഇവളുടെ കൂടെ ജീവിച്ചിട്ട് എനിക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. ഇവളുടെ ഉള്ളിലാണ് ദൈവം വസിക്കുന്നത്. എന്നെ സ്നേഹിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി. ആരും കൂടെ നിൽക്കില്ല അച്ഛാ, അറക്കണം എൻ്റെ ശരീരം. ഈ സ്ത്രീയുടെ ഉള്ളിലുള്ളത് ദൈവമാണെന്ന് എനിക്ക് പറയാൻ പറ്റുമ്പോൾ പ്രിയമുള്ള സഹോദരങ്ങളെ, മനുഷ്യൻ ദൈവം തന്നെയാണ്. ഉള്ളിലിരിക്കുന്നത് ദൈവത്തിൻ്റെ ജീവനിലാണ് നമ്മൾ പങ്കുപറ്റിയിട്ടുള്ളത്. ഇത് മൃഗല്ല, നമ്മൾ ദൈവം തന്നെയാണ്. ദൈവത്തിൻ്റെ ജീവനാണ് നമ്മുടെ ഉള്ളിലുള്ളത്, ദൈവത്തിൻ്റെ സ്വഭാവം. അതുകൊണ്ട് ആ സ്വഭാവത്തിലേക്ക് നമ്മൾ വന്നാൽ ലോകം സ്വർഗമാണ്. അതുകൊണ്ട് നമുക്ക് നല്ലൊരു മനസ്സുണ്ടാകട്ടെ, നല്ല മനുഷ്യരാകാം,
സ്വന്തം സുഖങ്ങൾ മാത്രം, എൻ്റെ സുഖങ്ങൾ വർദ്ധിപ്പിക്കുക, നമ്മുടെ സുഖങ്ങൾ കുറയ്ക്കി പ്രിയമുള്ളവരെ. അവരെന്നെ സുഖം കൊടുക്കാൻ, നമ്മുടെ സുഖങ്ങൾ വേണ്ടാന്ന് വയ്ക്കാൻ നമുക്ക് കഴിയട്ടെ. ഞാൻ അവസാനിപ്പിക്കുന്നു. ദുബായിൽ പോയി ഒരു ടോക്ക് കഴിഞ്ഞ് ഞാൻ വന്നിട്ടുള്ളൂ. ഞാൻ അമേരിക്ക പറയുന്നതിന് മുമ്പ് അവിടെ ഒരു ജോണി എന്ന് പറഞ്ഞ ചെറുപ്പക്കാരനാണെന്ന് വയസ്സത്ര എന്നെ വിളിച്ചു. ഇവിടെ വന്നപ്പോൾ ഫാദറിൻ്റെ ടോക്കയും കേട്ടു. ഞാൻ മാവേലിക്കരയിലാണ്. അവിടെ ഒരു 2 ഏക്കർ സ്ഥലവും ഒരു 1.5 കോടിയുടെ ഒരു കെട്ടിടമുണ്ട്. ഞാൻ ബിൽഡേഴ്സിന് കൊടുക്കാൻ വേണ്ടി വെച്ചതാണ്. അച്ഛൻ എന്ത് വേണമെങ്കിൽ ചെയ്തോ, ആർക്കെങ്കിലും കൊടുക്കാം, എന്ത് വേണമെങ്കിൽ ചെയ്തോ. ഞാൻ പറഞ്ഞു നല്ല കാര്യം, ഞാൻ ആലോചിക്കട്ടെ. അപ്പം HIV ബാധിച്ച ധാരാളം പേര് കേരളത്തിലുണ്ട്. HIV അവർക്ക് കുട്ടികളുണ്ട്. ആ കുട്ടികൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല, പക്ഷെ അവർക്ക് HIV ബാധിച്ചതിൻ്റെ പേരിൽ സ്കൂളുകളിലോ മറ്റോടത്തും ഒരു മാർഗവുമില്ല. അവരെ നോക്കുന്ന ഒരു സിസ്റ്റർ ചൈതന്യ, ആ സിസ്റ്റർ കിഡ്നി ദാനം ചെയ്തതാണ്, ഫാദർ റോബിൻ. ഇവർ 2 പേരോടും കൂടെ ഞാൻ കുറേ കാര്യങ്ങളിൽ ഞാൻ അവരുടെ ഈ കുട്ടികളുടെ പരിപാടിക്ക് ഞാൻ പോയിട്ടുണ്ട്. അപ്പോൾ അവർ പറഞ്ഞു കൊച്ചോസിൽ ചെന്നിട്ട് 25 ലക്ഷം തരാമെന്ന് പറഞ്ഞു. വെച്ചു നമുക്കൊരു സ്ഥലം കിട്ടണം എന്നിങ്ങനെ പല പ്രാവശ്യം പറയാറുണ്ട്. ഞാൻ പറഞ്ഞു സ്ഥലം കിട്ടിയിട്ടാ. ഞാൻ പറഞ്ഞു ചേട്ടാ, ഞാൻ ആളുകൾ വന്നിട്ട് 2 പിള്ളേർ അമേരിക്കയിലുണ്ട്, ഈ ജോണി എന്ന് പറഞ്ഞ ചേട്ടന്. ഞാൻ ചെന്ന് കഴിഞ്ഞാൽ അങ്ങോട്ട് ജില്ല ആ സ്ഥലത്ത് ഈ കുട്ടികൾക്ക് പ്രിയമുള്ളവരെ, അവരൊക്കെ ആരാ? HIV ബാധിച്ച് മാതാപിതാക്കളുടെ കുട്ടികൾ എന്ത് തെറ്റ് ചെയ്തു? അവരെയൊക്കെ സംരക്ഷിക്കുകയും അവർക്ക് വേണ്ടി കഷ്ടപ്പെടുകയും ചെയ്യേണ്ടത് ആരാ? നമ്മളല്ലേ? ഇത് ബാധിക്കാത്തവരെ നമ്മളല്ലേ? ഇറ്റ് ഈസ് അവർ ഡ്യൂട്ടി ആൻഡ് ഒബ്ലിഗേഷൻ. നമുക്ക് ഉള്ളത് ഇല്ലാത്തവരെ കാണുമ്പോൾ അവനെ സഹായിക്കാൻ നമുക്ക് കടപ്പാടുണ്ട് പ്രിയമുള്ളവരെ. കാലില്ലാത്തവനെ കാണുമ്പോൾ കാലില്ല നമുക്ക് കടപ്പാടുണ്ട്. കിഡ്നി രോഗിയായ ഒരു മനുഷ്യനെ കാണുമ്പോൾ 2 കിഡ്നിയുള്ള എനിക്ക് കടപ്പാടുണ്ട്. കണ്ണില്ലാത്തവനെ കാണുമ്പോൾ കണ്ണുള്ള എനിക്ക് അവനെ പിടിച്ചുകൊണ്ട് നടത്താനുള്ള ഉത്തരവാദിത്വമുണ്ട്. സമ്പത്തില്ലാത്ത ദരിദ്രനായ ഒരു മനുഷ്യനെ കാണുമ്പോൾ സമ്പന്നന് ഒരു ഉത്തരവാദിത്വമുണ്ട്, അവനെ കൈപിടിച്ചുയർത്താൻ. എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. പറഞ്ഞു പോയാൽ കുറേ പറയും. ഞങ്ങളുടെ നല്ല മനസ്സ്, മാണിയും ഡാനിയും ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരും, ചാക്കോ, കുറേ പേരുടെ പേരുകളൊക്കെ പറഞ്ഞു. നിങ്ങൾ എനിക്കല്ല, എന്നോടുള്ള സ്നേഹമല്ല നിങ്ങൾ കാണിക്കുന്നത് എന്ന് ഞാൻ പറയാതിരിക്കുക. എന്നോട് സ്നേഹമുണ്ടെന്ന് എനിക്കറിയാം. പക്ഷെ അതിനേക്കാളുപരി നിങ്ങളുടെ ഉള്ളിലെ നന്മയാണ് ഇവിടെ നിങ്ങൾ കാണിക്കുന്നത്. ഈ വന്നിരിക്കുന്നവരൊക്കെ എത്ര സമയം ചെലവഴിച്ച് ഈ രാത്രി ഇവിടെ വന്നിരിക്കാൻ നിങ്ങളുടെ മനസ്സിന് തോന്നിയില്ലോ? എന്നെ കേൾക്കാനെന്നൊക്കെ നിങ്ങൾ പറഞ്ഞാലും അതൊക്കെ നിങ്ങളുടെ ഉള്ളിലുള്ള ആ നന്മയുടെ വെട്ടമാണ് പ്രിയമുള്ളവരെ. നിങ്ങളിവിടെ ഇത് കേട്ടത്. ജീവിക്കൂ പ്രിയമുള്ളവരെ അവരന് വേണ്ടി. അങ്ങനെ ജീവിച്ച് മരിക്കൂ അവരന് വേണ്ടി. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.